السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 219 നിർത്തിയത്. ഇൻഷാ അല്ലാഹ് 220, 221. 220 ശരിക്കും 19ന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഫി ദുനിയ വൽ ആഖിറതി വയസ്അലൂനക അനിൽ യതാമ ഖുൽ ഇസ്ലാഹുൻ ലഹും ഖൈർ وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. ഇഹത്തിന്റെയും പരത്തിന്റെയും കാര്യത്തിൽ അനാഥകളെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു. ഇഹത്തിന്റെയും പരത്തിന്റെയും കാര്യത്തിൽ അനാഥകളെ പറ്റിയും അവർ നിന്നോട് ചോദിക്കുന്നു. നീ പറയുക, അവർക്ക് നന്മ വരുത്തൽ ഉത്തമമായ കാര്യമാകുന്നു. നിങ്ങൾ അവരുമായി കൂടിക്കലർന്നു ജീവിച്ചു വരികയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളുമാകുന്നു. അള്ളാഹു ആകട്ടെ നാശമുണ്ടാക്കുന്നവനെ നന്മയുണ്ടാക്കുന്നവനിൽ നിന്ന് വേർതിരിച്ച് അറിയുകയും ചെയ്യുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യുമായിരുന്നു. നിശ്ചയമായും അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാകുന്നു. വാക്കർത്ഥം നോക്കാം. ഫിദ്ദുന്യ ഇഹലോകത്തിന്റെ കാര്യത്തിൽ, വൽ ആഖിറ പരലോകത്തിന്റെയും. വയസ് അലൂനക അവർ നിന്നോട് ചോദിക്കും അനിൽ യതാമ യതീമുകളെ അനാഥകളെ പറ്റി. ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ട റൂട്ടുകളാണ്. കുൽ പറയുക, ഇസ്ലാഹുൻ നന്മ വരുത്തി വെക്കൽ, സുൽഹ ചെയ്യൽ, ലഹും അവർക്ക്, ഖൈറുൻ ഉത്തമമായത്, വഇൻ തുഖാലിതൂഹും നിങ്ങൾ അവരുമായി കൂടിക്കലരുകയാണെങ്കിൽ, ഖ ലാം തോ, ഫഇഖ്വാനുക്കും അപ്പോൾ അവർ നിങ്ങളുടെ സഹോദരന്മാർ, ഹംസ ഖ വാവ്. വല്ലാഹു അല്ലാഹു യഅലമു അവൻ അറിയുന്നു, അൽ മുഫ്സിദ നാശമുണ്ടാക്കുന്നവനെ, മിനൽ മുസ്ലിഹി നന്മയുണ്ടാക്കുന്നവനിൽ നിന്ന്. വലൗ ഷാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ ലഅനതകും അവൻ നിങ്ങളെ വിഷമത്തിലാക്കുമായിരുന്നു. ഐൻ നൂൻ ത. ഇന്ന അല്ലാഹ നിശ്ചയമായും അല്ലാഹു അസീസുൻ പ്രതാപശാലി, ഹക്കീം അഗാധജ്ഞൻ. തഫ്സീർ. ഫിദ്ദുന്യ വൽ ആഖിറ ഇഹലോകത്തിലും പരലോകത്തിലും അല്ലെ. അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് എന്താണ്? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറു വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബർ മിൻ നഫഇഹിമാ വയസ്അലൂനക മാദാ യുൻഫിഖൂന ഖുലിൽ അഫ് കദാലിക യുബയ്യിനു അല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളല്ലേ. ഖംറ് മൈസർ പോലെയുള്ള കാര്യങ്ങളുടെ മേല് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും എന്നാൽ നമ്മുടെ കയ്യിൽ മിച്ചം വന്നത് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും, അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. അപ്പം അള്ളാഹു പറയാണ്, നിങ്ങള് എന്താ ചിന്തിച്ചു നോക്കുക, ഈ ഇഹലോകത്തിലെ ഈ ദുനിയാവിലുള്ള കാര്യങ്ങളും അതേപോലെ പരലോകത്തിലുള്ള കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് ദുനിയാവില് ഗുണം ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് പരലോകത്തിൽ ഗുണം ചെയ്യുക, എന്നിട്ട് അതുപോലെ നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെ, ചെലവഴിക്കുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഈ ചെലവഴിക്കുന്നത് എനിക്ക് ഇവിടെയാണോ പ്രയോജനം ഉണ്ടാവുക അതോ നാളെ അവിടെയാണോ പ്രയോജനം കൂടുതൽ ഉണ്ടാവുക, ഏതാണ് എനിക്ക് കൂടുതൽ പ്രയോജനപ്പെടുക, അല്ലെങ്കിൽ ഏത് പ്രയോജനത്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം ആ രീതിയിൽ നിങ്ങളോട് സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കുക. രണ്ട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തുടർന്ന് പറയുന്നു, വയസ് അലൂനക അനിൽ യതാമ അവര് നിങ്ങളുടെ അടുത്ത് അനാഥകളെ കുറിച്ച് ചോദിക്കും. അനാഥകൾ അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ ഡെഫിനേഷൻ ഒക്കെ പറഞ്ഞതാണ്. ശരിക്കും ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന ആളുകളാണ്. കാരണം ഒരു കുട്ടിക്ക് വാപ്പയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കെയർ വേറെ എവിടെ നിന്ന് കിട്ടൂല അല്ലെ. അപ്പം അത്രയും സ്നേഹവും സംരക്ഷണവും ഒക്കെ ആവശ്യമുള്ള ഒരു കൂട്ടരാണ് യതീം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ അവരെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സെൽഫിഷ് ആവരുത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെ ജനറസ് ആയിട്ട് ധാരാളമായിട്ട് സ്നേഹവും സംരക്ഷണവും ഇനി ചെലവഴിക്കലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ മേല് ചെലവഴിക്കുക. അപ്പം ഈ ഒരു ആയത്തില് യതീമുകളെ കുറിച്ച് ചോദിക്കാണ്. അതും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇത്തരത്തില് യതീമുകള് അവരുടെ ഗാർഡിയൻസ് ആരാണോ അവരെ ഏറ്റെടുക്കുന്നത്, അല്ലെ, യതീമുകൾ ആരാണോ ഏറ്റെടുക്കുന്നത്, അത് എളാപ്പയാവാം, മൂത്താപ്പയാവാം, കസിൻസ് ആവാം, ആരാണെങ്കിലും. അപ്പം ആരാണോ അവരെ ഏറ്റെടുക്കുന്നത് അവര് ആണ് ഈ യതീമുകളുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഓർഫനേജ് പോലെ യതീമുകളെ കൊണ്ടേയാക്കാനുള്ള സ്ഥലങ്ങൾ പോലെയുള്ളത് കൊണ്ട് നമുക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് സുബ്ഹാനല്ലാഹ് അവര് കൂടെ, അതായത് ആരാണോ സംരക്ഷിക്കുന്നത് അവരുടെ കൂടെ ജീവിച്ചിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദീനില് യതീമുകളെ സംരക്ഷിക്കുന്നതിന് അത്രയധികം പ്രതിഫലമുള്ള ഒരു കാര്യമാണ്, അല്ലെ. കാരണം അവര് നമ്മളെ കൂടെ ജീവിക്കണം. അപ്പം ഒരു യതീമിനെ ഒരാള് സ്വന്തം വീട്ടിലേക്ക്, ആ യതീമിന്റെ ഗാർഡിയൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാല് അവന്റെ കൂടെ അവന്റെ സ്വത്തും കൂടെ വരും, അല്ലെ. യതീമിന് അതിന്റെ വാപ്പയിൽ നിന്ന് കിട്ടിയ ഇൻഹെറിറ്റൻസ്, അതായത് സ്വത്ത് എന്താണോ അതും കൂടെ വരും. അത് വളരെ കുറച്ചാവാം, അല്ലെങ്കിൽ ധാരാളം ഉണ്ടായിരിക്കാം, ഡിപ്പെൻസ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്. അപ്പം ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഗാർഡിയൻ, അല്ലെങ്കിൽ അവരുടെ ആരാണോ ആരാണോ അവരെ വലിയാക്കിയിട്ട് കൊണ്ടുവരുന്നത്, ആ ഗാർഡിയൻ അവരുടെ അടുത്ത് പറയും, ഓക്കെ, നിന്റെ സ്വത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെലവഴിക്കും, ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ ഒരു കണ്ടീഷനിൽ അവര് കൊണ്ടുവരും. അപ്പം അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും ഈ ഗാർഡിയൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇവരുടെ യതീമിന്റെ സ്വത്ത് അവരുടെ കൂടെ വരുന്ന, അവർക്ക് പാരമ്പര്യമായിട്ടുള്ള ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കൊണ്ടുവരും. അവരുടെ സ്വത്ത് മുഴുവനും അങ്ങോട്ട് എടുത്തിട്ട് അത് സ്വന്തമായിട്ട് ഉപയോഗിക്കും, ഇവർക്കൊന്നും കൊടുക്കൂല. അങ്ങനെ ഈ യതീം വളർന്ന് ഒരു പ്രായപൂർത്തി എത്തുമ്പോൾ അവന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവന്റെ യാതൊരു സ്വത്തും ഉണ്ടാവില്ല. അതിന് സ്വന്തം അളാപ്പയാണെങ്കിലും മൂത്താപ്പയാണെങ്കിലും ഏത് ബന്ധുവാണെങ്കിലും ഒക്കെ ഇത് ചെയ്യുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തന്നെ ഒരു ആയത്തിറക്കി, സൂറത്തു നിസായില് 10-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ വസയസ്ലൗന സഈറാ. തീർച്ചയായും അനാഥകളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുന്നവൻ അവരുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് തീ മാത്രമാകുന്നു, പിന്നീട് അവർ നരകത്തിൽ കത്തി എരിയുന്നതുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു സംഭവം ഇറങ്ങി കഴിഞ്ഞപ്പം അവര് നരകത്തിലെ തീയാണ് അവർക്കുള്ള ശിക്ഷ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ യതീമുകളുടെ സ്വത്ത് ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് വലിയൊരു തിന്മയാണ്, ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ആൾക്കാര് എന്താക്കി, ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാ നമ്മള് യതീമിന്റെ സ്വത്ത് നമ്മൾ തൊടുന്നേ ഇല്ല, അവരുടെ സമ്പാദ്യ പൈസ ഞങ്ങൾ തൊടുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പം ഇതുപോലെ ഏറ്റെടുക്കുന്ന ഗാർഡിയൻസ് ഉണ്ടാവും. അവരും ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കും. ഓക്കെ, ഒരു യതീമുണ്ട്, ഇപ്പം അവരുടെ ഏട്ടന്റെ മോനോ അനിയന്റെ മോനോ ഒക്കെ യതീമായി, അവന് ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയും. പക്ഷെ അവര് സ്വന്തം കാര്യത്തില് അവര് ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കും. അവർക്ക് തന്നെ എന്താണ് പൈസ ഉണ്ടാവില്ല അവരെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. അപ്പം അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഒരു യതീമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യതീമിന്റെ സ്വത്ത് സമ്പത്ത് തൊടാൻ പാടില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും, ഭക്ഷണമൊക്കെ ആണെങ്കിൽ പോലും ഒരു കിച്ചണിൽ ഒന്ന്, ഈ ഒരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്ത് നോക്കുക, ഒരു കിച്ചണിൽ 2 ഭക്ഷണം ഉണ്ടാക്കുക, ഒന്ന് വീട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒന്ന് ഈ യതീമിന് വേണ്ടിയിട്ടും. കാരണം അവന്റെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവനെ ഉണ്ടാക്കുക. ഇവർക്ക് അവന് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലാന്ന് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റെടുക്കുന്ന ഗാർഡിയൻ ചിലപ്പോൾ ഭയങ്കര ദാരിദ്ര്യമുള്ള ആളായിരിക്കും. അപ്പോൾ യതീമിന്റെ സ്വത്തിൽ നിന്ന് അവനെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇവരുടെ അവസ്ഥയിൽ വളരെ സാധാരണമായിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുക, എന്നിട്ട് യതീമിന്റെ പൈസ കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇവർക്ക് യതീമിന്റെ പൈസ തൊടുക വേണ്ട. അപ്പം എന്നാൽ ഇവരുടെ അടുത്ത് യതീമിനെ കൊടുക്കാനില്ല താനും. അപ്പൊ യതീമിന്റെ പൈസ എടുത്തിട്ട് അവർക്ക് യതീമായിട്ടുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാന്ന് വെച്ചോ. അപ്പം ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം അതിന് എത്ര കുറച്ചാണെങ്കിലും ബാക്കി ഉണ്ടാവും, അല്ലെ. ഈ കുട്ടീന്ന് പ്രത്യേകിച്ച് ഒരു കുട്ടിയായിരിക്കും, യതീം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രായപൂർത്തി എത്താത്ത കുട്ടികളെയാണ് പറയുന്നത്. അവർക്ക് എത്ര കഴിക്കാൻ പറ്റും, ഒരു പരിധി ഉണ്ട്, അല്ലെ. ഞാനിപ്പോ ഫുഡിന്റെ ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ, അല്ലെ. സാധാരണ നമ്മളെ വീട്ടിലൊക്കെ കുട്ടികൾക്കുള്ള ഭക്ഷണം അവര് ബാക്കിയാക്കി ആരാ കഴിക്കുക, ഉമ്മ കഴിക്കും. പക്ഷെ ഇവിടെ ഈ കുട്ടിക്ക് ഉമ്മയും കൂടെ ഇല്ലാത്ത, അല്ലെങ്കിൽ വാപ്പ ഇല്ലാത്തൊരു കുട്ടീനെ കൊണ്ടുവന്നിരിക്കുന്നത്, നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലെ. അപ്പൊ ഈ കുട്ടിയുടെ എന്ന് പറയാൻ ആരുമില്ല. അപ്പൊ ബാക്കി വരുന്ന ഭക്ഷണം സ്വാഭാവികമായും ഈ വീട്ടിലുള്ളവരാണ് കഴിക്കേണ്ടത്, അല്ലെ. ഈ വീട്ടിലുള്ള ഉമ്മ അല്ലെങ്കിൽ അവരുടെ വാപ്പ അല്ലെങ്കിൽ സഹോദരങ്ങൾ. പക്ഷെ ഇത് യതീമിന്റെ സ്വത്ത് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട്
അവർക്കത് തൊടാൻ പോലും പറ്റൂല. അപ്പം ആ ഫുഡ് നശിച്ചു പോകും അല്ലെ, അത് കളയേണ്ടി വരും. അപ്പം ഈ ഒരു അവസ്ഥ വളരെ കോമൺ ആയി. നമുക്ക് യത്തീമിന്റെ സ്വത്ത് തൊടാനേ പാടില്ല. അപ്പം എന്തായി, അവർക്ക് വേണ്ടി മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വേറെ ആർക്കും തൊടാൻ പറ്റാത്തത് കൊണ്ട് അത് വേസ്റ്റ് ആയി പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം നമുക്ക് തന്നെ 2 ഡിഫറെന്റ് അക്കൗണ്ടുകൾ ഉണ്ടാവുമ്പോൾ അല്ലെ, അതിൽ ഏതിലാ പൈസ വരുന്നത്, ഏതിന്നാ പൈസ പോണേ എന്നൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വ്യത്യാസം ഇല്ലാതെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പം അതേപോലെ ഇവിടെ ഒരു കിച്ചണിൽ 2 ഫുഡ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ പറഞ്ഞു ഫുഡ് മാത്രമല്ല എന്തൊരു കാര്യവും, ഇപ്പൊ ഒരു വീട്ടില് ഒരു സാധനം എന്ന് പറഞ്ഞാൽ പലരും ഉപയോഗിക്കും അല്ലെ, പക്ഷെ ഇത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കുക, ഒരാൾക്ക് വേണ്ടി മാത്രം വാങ്ങാൻ, അയാൾ മാത്രം ഉപയോഗിക്കുക, വേറെ ഒരാൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പ്രയാസമായിട്ട് മാറി. അപ്പം ആളുകൾ ചോദിക്കുകയാണ്, യെസ് അലൂനക അനിൽ യതാമ, എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്? അള്ളാഹു പറയുന്നു, ഉൽ ഇസ്ലാഹുൻ ലഹും ഖൈർ, നിങ്ങൾ ഇസ്ലാഹ് സുൽഹ ചെയ്യല്ലേ, നിങ്ങൾ അതിനെ മെച്ചപ്പെടുത്തുക, നന്നാക്ക്, നന്മ ചെയ്യാ കാര്യത്തിൽ, അതാണ് നല്ലത്. അപ്പം അഥവാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ യതീമിന്റെ സമ്പത്ത് പൈസ തൊടുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ ഇസ്ലാഹിനെ കുറിച്ച് ചിന്തിക്കണം. എന്താണ് ഇസ്ലാഹ്? നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വാക്കാണ് അല്ലെ. അതിനെ മെച്ചപ്പെടുത്തുക, അതിനെ ഇംപ്രൂവ് ചെയ്യുക, അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക, അതാണ് ഇസ്ലാഹ്. ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പൊ യതീമിന്റെ പൈസ ഉണ്ട്, അപ്പം അവൻ എന്താണ്, സ്വാഭാവികമായിട്ട് ചെറുതായിരിക്കും അല്ലെ. അപ്പം അവൻ വലുതാവുമ്പം അവന് ഈ പൈസക്ക് എന്താണ്, പൈസ കൊണ്ട് അവന് ഗുണം കിട്ടണം. അപ്പൊ നമ്മൾ ഇപ്പം 1,00,000 രൂപയുണ്ട്, ആ 1,00,000 അതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവൻ വലുതാവുമ്പം അതിന് അത്രയും വാല്യൂ ഉണ്ടാവില്ല. ഈ 1,00,000 അത് കൊല്ലങ്ങൾ കഴിയുമ്പോൾ അതിന് അത്രയും വാല്യൂ ഉണ്ടാവില്ല. അതുപോലെ അവന് ചിലപ്പം പശുക്കളെയോ ആടിനെയോ ഒക്കെ ആയിരിക്കും വാപ്പന്റെ സമ്പാദ്യമായിട്ട് കിട്ടിയത്, അത് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അവ ജീവിച്ചിരിക്കുക പോലും ഇല്ല അല്ലെ. അപ്പം ഇവൻ ഒരു അനാഥനാണ്, എന്നാൽ ഇവന്റെ സമ്പാദ്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഇവന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്, എനിക്ക് എന്റേതായ ബിസിനസ് ഒക്കെ ഉണ്ട് എന്നുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, അവന്റെ സ്വത്തോ സമ്പാദ്യം എന്താണോ, അതിനൊരു പ്രോപ്പർട്ടി ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആടുമാടുകളാണെങ്കിലും അതിനെ വിറ്റിട്ട് അതിനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ യതീം വലുതാവുമ്പോഴേക്ക് അവൻ എന്താവും, ഈ പൈസ അധികരിക്കും അല്ലെ. അപ്പം ഇസ്ലാഹ് എന്ന് പറയുമ്പം ഇത് ഒരു രീതി, ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അതിനെ ഇംപ്രൂവ് ചെയ്യാൻ അവന്റെ സ്വത്തിനെ, കുൽ ഇസ്ലാഹുൻ ലഹും ഖൈർ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അഥവാ ഇനി അത് തൊടുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ കറക്റ്റ് 2 ഫുഡാക്കി അവന്റെ ഫുഡ് തൊടാതെ ആ ഫുഡ് കേടായി കളയൊന്നും വേണ്ട. അഥവാ നിങ്ങൾ തൊടുകയാണെങ്കിലും നിങ്ങൾ എന്താക്കുക, അതിന്റെ ഇസ്ലാഹിനെ കുറിച്ച് ചിന്തിക്കുക, അതിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ചിന്തിക്കുക. ഇനി നിങ്ങൾ അഥവാ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഖാലിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ ലാം തോ, മിക്സ് ചെയ്യാം, എന്തെങ്കിലും കൂട്ടി കലർത്താം. കാരണം നിങ്ങൾ ഒരേ വീട്ടിലാണ്, ഒരേ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, സ്ലൈറ്റ് ആയിട്ട് എന്തായാലും മിക്സ് ആയി പോകില്ല, അങ്ങനെ കറക്റ്റ് ആയിട്ട് വേറെ മാറ്റി വെക്കാനൊന്നും പറ്റൂല. അപ്പൊ നമുക്ക് തന്നെ ഊഹിക്കാം, നമ്മളെ വീട്ടിൽ ഏതെങ്കിലും കുട്ടികൾ പഠിക്കാനൊക്കെ വന്ന് നിൽക്കുക, വേറെ ആരുടെങ്കിലും മക്കൾ അല്ലെ, നമ്മളിപ്പോ അവർക്ക് ആ കുട്ടീന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ഫീസൊക്കെ തരുന്നെന്ന് വെക്കാം, ഒരു പേയിങ് ഗസ്റ്റ് പോലെ. ഇനി നമ്മൾ എത്ര അത് സെപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാലും നമ്മൾ ഉണ്ടാക്കുന്നതും അവരുടെ ആയിട്ട് മിക്സ് ആയി പോകും അല്ലെ. അപ്പം അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് അവരുടെ ഫുഡ് നിങ്ങൾ എടുത്തെന്ന് വെച്ചിട്ടും നിങ്ങൾ കൊണ്ട് കുറച്ച് അവർക്ക് കൊടുത്തെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളെ പോലെയാണ്. ഇഖ്വാൻ അഹിന്റെ പ്ലൂറൽ അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു സഹോദരന്റെ വീട്ടിൽ പോവാന്ന് വെച്ചോ, നമ്മളെ സ്വന്തം ബ്രദറിന്റെ വീട്ടിൽ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ഉമ്മ വാപ്പന്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ മക്കളെ വീട്ടിൽ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ തുള്ളി അല്ലെ, ഒരു പിടി ചോറ് എടുക്കുമ്പോൾ അവരെ സമ്മതം ചോദിക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ അവരെ സമ്മതം ചോദിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യൂല അല്ലെ. കാരണം നമുക്കറിയാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഷെയർ ആൻഡ് കെയർ അല്ലെ. നമ്മൾ അങ്ങോട്ടും കൊടുക്കും, അവരിങ്ങോട്ടും എടുക്കും, നമ്മൾ പോയി ചിലപ്പം അവരെ പാത്രം തുറന്ന് നമുക്ക് വേണ്ട ഭക്ഷണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടെങ്കിൽ അത് എടുക്കും അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളെ സ്വന്തം പോലെയാണ് നമ്മൾ അതിനെ കരുതുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം, കാരണം ഇഖ്വാനുക്കും അല്ലെ, അവര് നിങ്ങളുടെ സഹോദരങ്ങളാണ്. പക്ഷേ വല്ലാഹു യഅലം, അള്ളാഹ്ക്ക് അറിയാം. അൽ മുഫ്സിദ മിനൽ മുസ്ലിഹ്, മുഫ്സിദിനെ മുസ്ലിഹിൽ നിന്ന് തിരിച്ചറിയും അള്ളാഹ്ക്ക് അല്ലെ. മുഫ്സിദ് എന്ന് പറഞ്ഞാല് ഫസാദ് ചെയ്യുന്നവൻ, കുഴപ്പമുണ്ടാക്കുന്നവൻ. മുസ്ലിഹ് എന്ന് പറഞ്ഞാല് ഇസ്ലാഹ് ചെയ്യുന്നവൻ. അപ്പം നിങ്ങൾ ഇനിയിപ്പോ എന്തെന്നെ ചെയ്താലും അള്ളാഹ്ക്ക് നിങ്ങളുടെ നീയത്ത് മനസ്സിലാക്കും. നിങ്ങളത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ,
ഒരു യതീമിന്റെ സ്വത്ത് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ വെറുതെ അഭിനയിക്കുകയാണോ? മിക്സ് ആയി പോയി അല്ലേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കാണിച്ചു തീർക്കുകയാണോ എന്നൊക്കെ എന്തറിയാം, ആർക്കറിയാം? അള്ളാഹ്ക്ക് അറിയാം. നിങ്ങൾ ശരിക്കും ഇസ്ലാഹാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫസാദാണോ ചെയ്യുന്നത് എന്ന് അള്ളാഹ്ക്കറിയാം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അല്ലേ. അപ്പം നിങ്ങൾ എന്താണ് ഇസ്ലാഹ് ചെയ്യുന്നത്? ഇപ്പം മിക്സായി പോയാലും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾ ഇസ്ലാഹ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ കറക്റ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അവൻ്റെത് ഞാൻ തൊടൂല, എൻ്റെത് അവൻ തൊടൂല എന്നുള്ള ഒരു അവസ്ഥയൊന്നും വേണ്ട. കുഴപ്പമില്ല, ഒന്ന് ഇത്തിരി മിക്സായി പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇസ്ലാഹ് ചെയ്യണം. ആൻഡ് ഇസ്ലാഹ് ചെയ്തിട്ട് അവനെ നിങ്ങൾ സഹോദരനായിട്ട് കണക്കാക്ക്. അപ്പം അള്ളാഹ്ക്ക് അറിയാം നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളത്. നിങ്ങൾ ഫസാദ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഇസ്ലാഹ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത്. വലൗ ഷാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലഅനതകും, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുമായിരുന്നു, ബുദ്ധിമുട്ട് ഉണ്ടാക്കുമായിരുന്നു. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അവൻ അസീസാണ്, അൽ ഹക്കീമാണ് അല്ലെ, പ്രതാപശാലിയാണ്, യുക്തിയുള്ളത്. സുബ്ഹാനല്ലാഹ്. ലഅനതകും റൂട്ട് ലെറ്റേഴ്സ് ഐൻ നൂൻ ത. അനത എന്ന് പറഞ്ഞാൽ വിഷമത്തിലാക്കുക. ഒരു ഒരു എല്ല് മുമ്പ് പൊട്ടിയതാണ്, ഓക്കെ, അത് ജോയിന്റ് ഒക്കെ ആയി, എന്നിട്ട് അത് വീണ്ടും പൊട്ടുക. സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്തോ ഒരു വിഷമമുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ അള്ളാഹ് പറയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കായിരുന്നു. എങ്ങനെയാണ്? ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കെ. അള്ളാഹ് പറയാണ്, ഇല്ല ഇല്ല, നിങ്ങൾ യതീമിനെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങളുടെ പൈസകൾ, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ സാധനങ്ങളൊന്നും അവൻ്റെതുമായിട്ട് മിക്സ് ആവാനേ പാടില്ല, നിങ്ങൾക്ക് തൊടാൻ പാടില്ല, നിങ്ങൾക്ക് അതിന് കൈവെക്കാൻ പോലും പാടില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര പ്രയാസമായിരുന്നല്ലേ. എങ്ങനെയാ അതിനെ എത്രയും സെപ്പറേറ്റ് ചെയ്യുക? സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹിന്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഈ ഒരു എളുപ്പം തന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്തൊരു ഭംഗിയുള്ള നിയമങ്ങളാണ് അല്ലെ ഓരോ കാര്യത്തിലും. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇനി ഇത്രയും ചെയ്യുമ്പോൾ തന്നെ അല്ലെ, അത് അങ്ങനെ ആവോ ഇങ്ങനെ ആവോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ബേജാറാകണ്ട. അള്ളാഹ്ക്ക് അറിയാം നിങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഫസാദാണോ ചെയ്യുന്നത്, ഇസ്ലാഹാണോ ചെയ്യുന്നത്, അള്ളാഹ്ക്ക് അറിയാം. അള്ളാഹ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം തരായിരുന്നു അല്ലെ. ഈ നിയമങ്ങളൊന്നും തരാതെ നിങ്ങൾ അവരെ സ്വത്ത് തൊട്ടു പോകരുത്, കലർത്തി പോകരുത് എനിക്ക് പറയായിരുന്നു. പക്ഷെ അള്ളാഹ് അത് പറഞ്ഞിട്ടില്ല അല്ലെ. അള്ളാഹ് നിങ്ങൾക്ക് എളുപ്പം തന്നു. അള്ളാഹു അസീസാണ് അല്ലെ. അള്ളാഹിനെ അസീസിനെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ മേലെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സൂപ്പർ പവർ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേസമയം ഹക്കീമാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചും ശരിയായ ഹുക്മ അള്ളാഹുവിന് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ മുമ്പ് പറഞ്ഞ ആയത്ത് അല്ലെ, ഹംറും മൈസറും, അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുക, അത് ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ആയത്തും ഈ ഒരു ആയത്തും ഞാൻ പറഞ്ഞു ഇതൊരു കണ്ടിന്യൂവേഷൻ ആണ്. ഇത് രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലെ. എന്താ കണക്ഷൻ? ഈ ആയത്ത് തുടങ്ങിയിരിക്കുന്നതിന് എങ്ങനെയാ? ഫിദ്ദുന്യ വൽ ആഖിറ അല്ലെ. ഈ ഫിദ്ദുന്യ വൽ ആഖിറ എന്ന് പറയുന്നത് കഴിഞ്ഞ ആയത്തിന്റെ അവസാനം ഫിറ്റ് ചെയ്യായിരുന്നു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണ്? അപ്പം അവിടെ എന്താ ലാസ്റ്റ് പറഞ്ഞത്? സ്പെൻഡിങ് എക്സ്ട്രാ അല്ലെ. നമ്മളെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ ചെലവഴിക്കുക, യതീമുകളെ നിങ്ങൾ സംരക്ഷിക്കുക. സുബ്ഹാനല്ലാഹ് അല്ലെ. നിങ്ങൾ ചെലവഴിക്കുന്നത് എക്സ്ട്രാന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് യതീമുകളെ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സ്. ഒന്ന് ഭയങ്കര സെൽഫിഷ് ആയിട്ട് സ്വന്തം കാര്യം, സ്വന്തം സുഖം, സ്വന്തം സന്തോഷം മാത്രം നോക്കുന്ന ആൾക്കാർ. മറ്റേത് സെൽഫിഷ് അല്ലാത്ത സെൽഫ്ലെസ് ആയിട്ടുള്ള ആളുകൾ അല്ലെ, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന ആളുകൾ. അപ്പം സെൽഫിഷ് ആയിട്ടുള്ള, നേരത്തെ ഹംറിന്റെ മൈസറിന്റെ കാര്യം പറഞ്ഞ ആ ആൾക്കാരാണെങ്കിൽ അവരെന്താ വിചാരിക്കുക? ഓ, ഈ യതീം ഇവൻ എന്റെ വീട്ടിൽ ജീവിക്കുന്ന, അവന് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല അല്ലെ, അവന്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കണം, ഞാൻ എന്തെല്ലാം അവന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അവൻ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുള്ള വ്യാജേന അവന്റെ സ്വത്ത് ഒരുപാട് അടിച്ചു മാറ്റുന്നവനാണ് ആദ്യം പറഞ്ഞ ഈ സെൽഫിഷ് ആയിട്ടുള്ള ആള്. അതായത് ഹംറിലും മൈസറിലും ഒക്കെ. കാരണം അയാൾ സെൽഫിഷ് ആയതുകൊണ്ടാണല്ലേ. അയാളുടെ സുഖങ്ങളാണ് അയാൾക്ക് വലുത്. അയാൾക്ക് പെട്ടെന്ന് ഒരുപാട് പൈസ സമ്പാദിക്കുന്ന കാര്യങ്ങൾക്കാണ് അയാൾക്ക് താല്പര്യം. അപ്പം അയാൾ ഇതുപോലെ ഒരു യതീമിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്നാ പിന്നെ ഞാൻ അടിച്ചു മാറ്റട്ടെ അല്ലെ. ആൾക്കാർക്ക് തോന്നും ഇവൻ സംരക്ഷിക്കുകയാണ്, അടിച്ചു മാറ്റട്ടെ. എന്നാൽ മറ്റേ ടൈപ്പ് ആൾക്കാർ ആരാണ്? ധാരാളമായിട്ട് കൊടുക്കുന്നവൻ അല്ലെ. അള്ളാഹ് നമ്മൾ ആരെ പോലെ ആവണം എന്നാ പറഞ്ഞത്? ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി പോലെ, ഹമ്രിൽ നിന്നും മൈസറിൽ നിന്നും മാറി നിൽക്കുന്ന ആള് എന്തുകൊണ്ടും ഒരു യതീമിന്റെ സ്വത്തിൽ കൈവെക്കുന്നതിൽ നിന്ന്, അതിനൊരു ഉപദ്രവം വരുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അല്ലെ, ഒരിത്തിരിയും സ്വാർത്ഥതയില്ലാതെ ധാരാളമായിട്ട് ആളുകൾക്ക് കൊടുക്കുന്ന
തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയുള്ളവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്ത ആയത്ത് 221. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ വിശ്വസിക്കുന്നത് വരേക്കും നിങ്ങൾ അവരെ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീ തന്നെയാണ് ഒരു ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയേക്കാൾ ഉത്തമം. അവൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി, നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നത് വരേക്കും നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമ തന്നെയാണ് ഒരു ബഹുദൈവ വിശ്വാസിയേക്കാൾ ഉത്തമം. അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തി കൗതുകപ്പെടുത്തിയാലും ശരി. കാരണം അക്കൂട്ടർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. അള്ളാഹു ആകട്ടെ അവന്റെ ഉത്തരവ് വിധിവിലക്കുകൾ മുഖേന സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. അവൻ തന്റെ ആയത്ത്, അതായത് ലക്ഷ്യം, ആയത്തുകളെ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി. വാക്കർത്ഥം നോക്കാം. വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്. നൂൻ കാഫ് ഹാ. അൽ മുഷ്രിക്കാത്ത്, ബഹുദൈവ വിശ്വാസികളെ. ഷീൻ റോ കാഫ്, ഷിർക്ക് എന്നുള്ള വാക്ക്. ഹത്ത യുമിന്ന, അവർ വിശ്വസിക്കുന്നത് വരേക്കും. വല അമത്തുൻ, അടിമ സ്ത്രീ തന്നെ. ഹംസ മീം വാവ്. മുഅ്മിനത്തുൻ, സത്യവിശ്വാസിനിയായ. ഖൈറുൻ, കൂടുതൽ നല്ലത്. മിൻ മുശ്രിക്കത്തിൻ, ബഹുദൈവ വിശ്വാസിനിയേക്കാൾ. ഷീൻ റോ കാഫ് തന്നെയാണ് ഇവിടെ. യുമിന്നയും മുഅ്മിനത്തും രണ്ടും ഒരേ റൂട്ടാണ്. ഹംസ മീം നൂൻ, ഈമാൻ ആമന എന്നുള്ള വാക്ക്. വലൗ അഅജബത്കും, അവൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ഐൻ ജീം ബ. ഓക്കെ, ലൗ എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നുള്ള അർത്ഥം. വലൗ അഅജബത്കും, അഅജബത് സ്ത്രീയെ റെഫർ ചെയ്യുന്നത് കൊണ്ടാണ് കും, നിങ്ങളെ. വല തുൻകിഹു, നൂൻ കാഫ് ഹ, സെയിം റൂട്ട് തന്നെയാണ്. നേരത്തെ പറഞ്ഞത് തൻകിഹു ആയിരുന്നു, ഇത് തുൻകിഹു ആണ്. നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത്. അൽ മുഷ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക്. വീണ്ടും ഷീൻ റോ കാഫ് തന്നെ. ഹത്താ യുഅ്മിനു, അവർ സത്യം വിശ്വസിക്കുന്നത് വരേക്കും. യുഅ്മിനു ഹംസ മീം നൂൻ. വല അബ്ദുൻ, അടിമ തന്നെ. ഐൻ ബാദാൽ. മുഅ്മിനുൻ, സത്യവിശ്വാസിയായ. ഖൈറുൻ, കൂടുതൽ നല്ലത്. മിൻ മുശ്രിക്കിൻ, ബഹുദൈവ വിശ്വാസിയേക്കാൾ. വലൗ അഅജബകും, അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ഓക്കെ, ഇവിടെ അവനാണ്, അതുകൊണ്ട് അഅജബകും. ഉലൈക, അക്കൂട്ടർ. യദഊന, അവർ ക്ഷണിക്കുന്നു. ദാ ഐൻ വാവ്. ഇലന്നാരി, നരകത്തിലേക്ക്. വല്ലാഹു, അല്ലാഹു. യദഉ, ക്ഷണിക്കുന്നു. വീണ്ടും ദാൽ ഐൻ വാവ്. ഇലൽ ജന്നതി, സ്വർഗത്തിലേക്ക്. വൽ മഗ്ഫിറതി, പാപമോചനത്തിലേക്ക്. ഐൻ ഫാറ. ബിഇദ്നിഹി, അവന്റെ ഉത്തരവ്, അവന്റെ അനുമതി അനുസരിച്ച് അല്ലെങ്കിൽ കൽപ്പന അനുസരിച്ച്. ഹംസ ദാൽ നൂൻ. വയുബയ്യിന, അവൻ വിവരിച്ചു കൊടുക്കുകയാകുന്നു. ആയാതിഹി, അവന്റെ ആയത്തുകളെ. ലിന്നാസി, ജനങ്ങൾക്ക്. ലഅല്ലഹും, അവർ ആയിക്കാൻ. യതദക്കറൂൻ, അവർ ഓർമ്മിക്കുക. ദാൽ കാഫ് റ. കുറച്ച് വലിയൊരു ആയത്താണ്, എന്നാലും ഒരേ കാര്യം പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് വിശദീകരണത്തിൽ പെട്ടെന്ന് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. വലാ തൻകിഹുൽ മുശ്രികാത്തി, അതായത് നിങ്ങൾ വിവാഹം ചെയ്യരുത് ആരെ? മുശ്രിക്കാത്ത്, അല്ലെ, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ. ഇനി ഉള്ള ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ജീവിതത്തിനെ കുറിച്ചുള്ള കൽപ്പനയെ കുറിച്ചാണ് പറയുന്നത്. വിവാഹമോചനം, എന്താണ്, കുടുംബ ബന്ധങ്ങള്, സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ശാരീരിക ബന്ധങ്ങള്, അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഇസ്ലാം കുടുംബ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധം. കാരണം നമുക്കറിയാം സമൂഹത്തിന്റെ ഒരു ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കുടുംബമാണ്, അല്ലെ? കുടുംബം ഓക്കെ ആണെങ്കിൽ, കുടുംബത്തില് കാര്യങ്ങളൊക്കെ സെറ്റ് ആണെങ്കിൽ, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം ഓക്കെ ആണെങ്കിൽ സമൂഹവും ഓക്കെ ആയിരിക്കും.
കുടുംബത്തിലുള്ള ഇസ്ലാഹ് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഇസ്ലാഹാണ് അല്ലെ. എന്നാൽ കുടുംബത്തിലെ ഫസാദ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഫസാദ്. കാരണം എന്ത് കാര്യത്തിനും ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാവും അല്ലെ. ഇന്ന കാര്യം കൊണ്ടാണ് ആ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഉണ്ടാക്കിയ സാധനമേ കേടാണെങ്കിൽ ആ ഉണ്ടാക്കി കഴിഞ്ഞ ആ സാധനവും എന്തായിരിക്കും, കേടായിരിക്കും അല്ലെ. മോശപ്പെട്ട സാധനം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫുഡ് മോശമാവും അല്ലെ. അതേപോലെയാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. കുടുംബം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറെ കുടുംബങ്ങൾ ചേർന്നതാണ് ഒരു സമൂഹം അല്ലെ. അപ്പം കുടുംബം മോശമായി കഴിഞ്ഞാൽ സമൂഹവും മോശമാവും. നമുക്കറിയാം ഇസ്ലാമിലുള്ള വിവാഹം എന്ന് പറയുന്നത് ജസ്റ്റ് എൻജോയ്മെന്റ് എന്നുള്ളതല്ല അല്ലെ. പരസ്പരം ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഗുണം നേടുക എന്നുള്ളതല്ല. സുബ്ഹാനല്ലാഹ്, ഒരാണും പെണ്ണും അല്ലെ, ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. കാരണം അവർ ഒന്നിച്ച് ജീവിക്കുക, ഒരേ വീട്ടിൽ ജീവിക്കുക എന്ന് പറയുമ്പം അവിടെ കുറച്ച് സമാധാനവും അല്ലെ, പൊരുത്തം അല്ലെങ്കിൽ സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അത്യാവശ്യത്തിനുള്ള ഉത്തരവാദിത്തങ്ങൾ, ഡ്യൂട്ടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? രണ്ടുപേരുടെയും സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുമ്പോൾ സമൂഹത്തിലും സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ക്ലിയർ ആയിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ടുണ്ട്, ഗൈഡൻസ് തന്നിട്ടുണ്ട് കല്യാണത്തിനെ കുറിച്ച്. ഈവൻ ഒരു വൈവാഹിക ബന്ധം തെരഞ്ഞെടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് പോലും അല്ലെ, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനെ വിവാഹത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന കാര്യത്തെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് നമുക്കൊക്കെ ഒരുപാട് കേട്ട് പരിചയമുള്ള ഹദീസാണ്. തുൻകഹുൽ മർഅതു ലഅർബഇൻ അല്ലേ, സ്ത്രീയെ വിവാഹം ചെയ്യുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തൊക്കെയാണ്? ലിമാലിഹ, അവളുടെ ധനം, ലിഹസബിഹ, അവളുടെ സ്റ്റേറ്റസ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കുലീനത എന്ന് പറയാം, വജമാലിഹ, അവളുടെ സൗന്ദര്യം, വലിദീനിഹ, അവളുടെ ദീൻ അല്ലെങ്കിൽ മതനിഷ്ഠ. ഫദ്ഫർ ബിദാത്തി ദീനി തരിബത് യദാക്, എന്നാൽ നീ വിവാഹം കഴിക്കേണ്ടത് ദീൻ അല്ലെങ്കിൽ മതനിഷ്ഠ ഉള്ളവളെയാണ്. നിന്റെ കൈകളിൽ മണ്ണായാലും, അതായത് അതിനു വേണ്ടി നീ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വന്നാലും നീ അത്തരത്തിലുള്ള ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്യേണ്ടത് അല്ലെ. അപ്പം 4 കാര്യങ്ങൾക്കാണ് സ്ത്രീകളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? അവളുടെ മതം. എത്രത്തോളം അവള് ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രത്തോളം അവള് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരണയുള്ളവളായിരിക്കും അല്ലെ. അത്രയും അവള് കെയർഫുൾ ആയിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ പെട്ടതാണ് അവനോടുള്ള ഉത്തരവാദിത്തങ്ങളും അല്ലെ. അപ്പം അല്ലെങ്കിൽ അവന്റെ അവകാശങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവൾ എത്രത്തോളം ദീനിയാണോ അത്രത്തോളം അവൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. എന്നാൽ ഈ ഒരു ഹദീസ് സ്ത്രീയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രമാണോ? അല്ല, ഒരു പുരുഷനെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു പുരുഷനെ തെരഞ്ഞെടുക്കുമ്പോഴും ഇതേ നിയമങ്ങൾ തന്നെ ആപ്ലിക്കബിൾ ആണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മളുടെ സമൂഹം തന്നെ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ഫെയറി ടെയിൽ, ഹാപ്പിലി എവർ ആഫ്റ്റർ അല്ലെ, അവർ വളരെ സന്തോഷത്തോടു കൂടി പിന്നെ വർഷങ്ങളോളം ജീവിച്ചു എന്നുള്ള ആ ഒരു ഇമേജാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹവും, ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിലുള്ള ആഗ്രഹവും അതാണ്. അപ്പൊ അവര് കാണുന്ന റിയാലിറ്റി അതല്ല അല്ലെ. അവര് സിനിമകളിലും റീലുകളിലും ഒക്കെ കാണുന്ന മാരേജ് എന്ന് പറയുന്നത് ഹാപ്പിലി എവർ ആഫ്റ്റർ മാരേജസ് ആണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ ചുറ്റുപാടും കാണുന്നത് അതല്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? എന്നാ പിന്നെ ഇതിൽ നിന്ന് അങ്ങ് ഓടി ഒളിച്ചേക്കാം, വേണ്ടാന്ന് വെച്ചേക്കാം തീരുമാനിക്കല്ലേ. പക്ഷെ ഈ പറഞ്ഞ ഹാപ്പിലി എവർ ആഫ്റ്റർ, അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി പിൽക്കാലം എന്നേക്കും ജീവിച്ചു എന്നുള്ള ഒരു സംഭവം, അത് നടക്കണമെങ്കിൽ രണ്ടാളും ഒരേ പേജിലായിരിക്കണം. രണ്ടാൾക്കും ഒരേ വാല്യൂസ് ആയിരിക്കണം ഉണ്ടാവും. രണ്ടാളുടെയും പ്രിൻസിപ്പിൾസ്, അവർ ജീവിക്കുന്ന ചില ചട്ടങ്ങൾ ഉണ്ടാവും അല്ലെ, നിയമങ്ങൾ ഉണ്ടാവും, അത് ഒരേപോലെ ആയിരിക്കണം. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങൾ വിട്ടുകൊടുക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ സന്തോഷകരമായ ജീവിതം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ്, അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പന കൊടുത്തിരിക്കുന്നത്, വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിൻ, നിങ്ങൾ ഒരു ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയെ വിവാഹം കഴിക്കരുത് അവൾ വിശ്വസിക്കുന്നത് വരെ. കാരണം ഒരു വ്യക്തിക്ക് ദീനില്ല, വിശ്വാസമില്ല, ഈമാൻ ഇല്ല അല്ലെ. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ആള് വിവാഹം ചെയ്യരുത്.
പകരം ഈമാനുള്ള ഒരു വ്യക്തിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഈ ആയത്തുകൾ വിശദമായിട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തേ ഉള്ളൂ. ലാ തൻകിഹു, ഇവിടുത്തെ ലാ എന്ന് പറയുന്നത് ഒരു വിലക്കാണ്, അല്ലെ, ഒരു വിരോധമാണ്. അങ്ങനെ പാടില്ല, പ്രൊഹിബിഷൻ ആണ്. സുബ്ഹാനല്ലാഹ്. അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് അനുവാദമില്ല. ലാ തൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത്. വിവാഹം ചെയ്യരുത്. തൻകിഹു എന്ന് പറയുന്ന വാക്ക് നൂൻ കാഫ് ഹ, നിക്കാഹ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം, വിവാഹം ചെയ്യുക എന്നുള്ളത്. നക്കഹ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്തെങ്കിലും രണ്ട് സാധനത്തിനെ ഒന്നിപ്പിക്കുക, ജോയിൻ ചെയ്യുക. അപ്പം ആ ഒരു വാക്ക്, അത് അർത്ഥമാണ് നക്കഹയിൽ വരുന്നത്. എന്നാൽ നിക്കാഹ് എന്ന് പറയുന്ന ആ വാക്കിന്റെ ശരിയായ അർത്ഥം ശരിക്കും ജിമാ ആണ്. ജിമാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് ശാരീരിക ബന്ധം, സെക്ഷൽ ആയിട്ടുള്ള ബന്ധത്തിനാണ് ജിമാ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ നിക്കാഹ് എന്ന് പറയുന്ന വാക്ക് അഖ്ദുൻ നിക്കാഹിനും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു മാരേജ് ഉടമ്പടി, ഓക്കെ, വിവാഹ ഉടമ്പടിക്കും നിക്കാഹ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കാരണം രണ്ട് ആളുകൾ തമ്മിൽ വിവാഹം ചെയ്തല്ലേ, ആ ഉടമ്പടി ഉറപ്പിച്ചാൽ മാത്രമേ അവർക്ക് എന്താണ് ഈ പറഞ്ഞ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം നിക്കാഹ് എന്ന് പറയുന്ന വാക്കിന് ജിമാ എന്ന അർത്ഥമുണ്ട്, പ്ലസ് അഖ്ദുൻ നിക്കാഹ്, അതായത് നിക്കാഹിന്റെ ഉടമ്പടിക്കും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്തിനാണ് ഈ വിവാഹ ഉടമ്പടി, അല്ലെങ്കിൽ എന്താണ് ഈ വിവാഹ ഉടമ്പടി? അതൊരു നിയമപരമായ കോൺട്രാക്റ്റ് ആണ്, അല്ലെ, ഒരു പുരുഷനും സ്ത്രീയുടെ വലിയും തമ്മിലുള്ള. ഓക്കെ, ആര് തമ്മിലാണ്? സ്ത്രീയും പുരുഷനും തമ്മിലല്ല, പുരുഷനും സ്ത്രീയുടെ വലിയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയുടെ പിതാവോ അല്ലെങ്കിൽ ആരാണോ വലിയ, അവരും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ഈ ഒരു കോൺട്രാക്റ്റിലൂടെയാണ് അവർ രണ്ടുപേരും പരസ്പരം ഹലാലാവുന്നത്, രണ്ടുപേർക്കും പരസ്പരം ജീവിക്കാൻ പറ്റുന്നത്. അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു മറയുടെ ആവശ്യമില്ല, അല്ലെ, അവർ പരസ്പരം വസ്ത്രമായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മുമ്പ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലാ തൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്യരുത്, അല്ലയോ വിശ്വാസികളെ. ആരെ? അൽ മുഷ്രിക്കാത്ത്, മുഷ്രിക്കായിട്ടുള്ള സ്ത്രീകളെ. ഓക്കെ, മുഷ്രിക്ക ആയിട്ടുള്ള സ്ത്രീകളെ. മുഷ്രിക്കാത്ത് എന്ന് പറയുന്നത് മുഷ്രിക്കയുടെ പ്ലൂരലാണ്. ഓക്കെ, മുഷ്രിക്ക, മുഷ്രിക്കാത്ത്. മുഷ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്ത് ആ ഒരു ക്ലോസ്ഡ് താത്ത്, ഓക്കെ, താ മർബൂത്ത വരുന്ന വേർഡാണ് മുഷ്രിക്ക. അതിന്റെ ബഹുവചനാണ് മുഷ്രിക്കാത്ത്. മുഷ്രിക്ക എന്ന് പറഞ്ഞാൽ മുഷ്രിക്കിന്റെ സ്ത്രീലിംഗമാണ് മുഷ്രിക്ക എന്ന് പറയുന്നത്. മുഷ്രിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? ഷിർക്ക് ചെയ്യുന്നവൻ, അല്ലെ. മുഷ്രിക്കാത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്ന സ്ത്രീകൾ. അപ്പോൾ നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന സ്ത്രീകളെ, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്. അപ്പൊ എന്താണ് ഷിർക്ക്? ഷിർക്കിന്റെ റൂട്ട് ഷീൻ റാ കാഫ്, അല്ലെ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏതെങ്കിലും രീതിയിൽ പാർട്ട്നേഴ്സിനെ, പങ്കുകാരെ ഉണ്ടാക്കലാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അത് ഇബാദത്തിലാവാം, ഏതെങ്കിലും രീതിയിൽ പല പല രീതികളിൽ ഷിർക്ക് വരാം, അല്ലെ. അപ്പം അങ്ങനെ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. നമ്മൾ വളരെ വിശദമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അഖീദ കോഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. ഇവിടെ എത്ര ആൾക്കാർ നമ്മളെ അഖീദ കോഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ഈവൻ ബേസിക് ഷിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം നമ്മളൊക്കെ എപ്പോഴും നമ്മൾ തൗഹീദാന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പല കാര്യങ്ങളും ഷിർക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് ഏകദേശം ഒരു 20 ക്ലാസ്സസും 7 എക്സാമും ഉള്ളതാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ താല്പര്യമുള്ളവർ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യാം. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഷിർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പല രീതിയിൽ, അല്ലെ, മൂന്ന് രീതിയിലാണ്. ഞാൻ ജസ്റ്റ് ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു തീർക്കാം. ഉബൂദിയ അല്ലെങ്കിൽ ഇബാദ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുക, അതായത് അള്ളാഹുവിനെ പോലെ വേറെ ആരെങ്കിലും ഇബാദത്ത് ചെയ്യാം. പിന്നെ എന്താണ് റുബൂബിയ, അതായത് അള്ളാഹു ആണ് സൃഷ്ടാവ് അല്ലെങ്കിൽ സംരക്ഷകൻ, അല്ലെ. അപ്പം അത് ആ സൃഷ്ടാവ് അല്ലെങ്കിൽ സംരക്ഷകൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ വേറെ ആരെങ്കിലും ഉണ്ടെന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിശ്വസിക്കുക. അത് ആ രീതിയിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുക. അതേപോലെ അള്ളാഹുവിന്റെ നാമങ്ങളിലും സിഫാത്തുകളിലും, അസ്മാ വൽ സിഫാത്തിൽ പങ്കു ചേർക്കുക. 3 കാര്യങ്ങളാണ്: തൗഹീദ് അൽ റുബൂബിയ, തൗഹീദ് അൽ അസ്മാ വൽ സിഫാത്ത്, തൗഹീദ് അൽ ഉലൂഹിയ. 3 രീതിയിൽ ഏതെങ്കിലും അവസ്ഥകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പങ്കുകാരെ ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പം മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഷിർക്ക് ചെയ്യുന്ന ആള്. ഓക്കെ, മുശ്രിക്ക് എന്ന് പറയുന്ന വാക്ക്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മതം, ഓക്കെ,
അള്ളാഹു വെളിപ്പെടുത്തിയ മതത്തില് വിശ്വസിക്കാത്ത ആളുകളെയും മുശ്രിക് എന്ന് പറയും. അപ്പം ഒരർത്ഥം ഷിർക്ക് ചെയ്യുന്ന ആളാണ്. രണ്ടാമത് ഏതെങ്കിലും രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ റിവീൽ ചെയ്ത അല്ലെങ്കിൽ വെളിപ്പെടുത്തിയ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെയും മുശ്രിക്ക് എന്ന് പറയും. അപ്പം എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ മതം? ഇസ്ലാം അല്ലേ? അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ മതം അല്ലേ? അള്ളാഹു മറ്റു ഗ്രന്ഥങ്ങളിലൂടെയും ഇറക്കിയത് ഇസ്ലാം തന്നെയാണ്. പക്ഷെ ആളുകൾ അതിനെ എന്താണ് ജൂതമതത്തിലേക്കും ക്രിസ്ത്യൻ മതത്തിലേക്കൊക്കെ ആൾക്കാർ കൺവേർട്ട് ചെയ്തതാണ്. അപ്പം മുശ്രിക് എന്ന് പറയുന്നത് അവർക്ക് ഇറക്കിയതും ഇസ്ലാം തന്നെയാണ് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല ഒരേ ഒരു ദീൻ തന്നെ ഇറക്കിയിട്ടുള്ളൂ. അപ്പൊ മുശ്രിക് എന്ന് പറയുന്ന വാക്ക് ഇപ്പം ഈ ഒരു അർത്ഥത്തിൽ വരുമ്പം ഏതൊരു വ്യക്തി മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൂതനോ അല്ലാത്ത, ഓക്കെ, ഇത് മൂന്നിനെയും എന്താണ് അള്ളാഹു ഇറക്കിയ മതങ്ങളായിട്ട് അല്ലെ, അള്ളാഹു വഹയായിട്ട് ഇറക്കിയ മതങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആളുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് മൂന്നും അല്ലാത്ത ആൾക്കാരെയാണ് മുശ്രിക് എന്ന് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരാവുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ഓക്കെ, മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൂതനോ അല്ലാത്ത ആൾക്കാരെയാണ് മുശ്രിക്കുകൾ എന്ന് പറയുന്നത്. ചില എക്സെപ്ഷൻസ് ഉണ്ട്, കാരണം സാബിഊനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇതിൽ ചെറിയൊരു തട്ടാണ്. പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, മുസ്ലിം ക്രിസ്ത്യാനി ജൂതൻ അല്ലാത്ത എല്ലാവരും മുശ്രിക്കാണ്. അപ്പൊ നമ്മള് മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും അല്ലെ, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരും ഷിർക്ക് ചെയ്യുന്നില്ലേ? ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചില്ലേ? അദ്ദേഹത്തിനെ ആരാധിച്ചിട്ടില്ലേ? അദ്ദേഹത്തിന് ദൈവത്തിന്റെ പുത്രനായിട്ട് കണ്ടിട്ടില്ലേ? അതേപോലെ യഹൂദികൾ ജൂതന്മാര് ഉസൈദിനെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മകനായിട്ട് കണ്ടിട്ടില്ലേ? അപ്പം അത് ഷിർക്കല്ലേ? യെസ്, അത് ഷിർക്ക് തന്നെയാണ്. അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ ഗ്രന്ഥത്തിന്റെ ആളുകൾ അവരും ഷിർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അഹ്ലുൽ കിതാബിനെ സംബന്ധിച്ചിടത്തോളം നിയമം ചെറുതായിട്ട് വ്യത്യസ്തമായിരുന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മുശ്രിക് എന്ന് പറഞ്ഞ വാക്ക് അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാറില്ല. അവര് അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ കിതാബിന്റെ ആളുകൾ എന്നാണ് അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഖുർആനിലുടനീളം ഉപയോഗിക്കുന്നത്. മുശ്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മക്കയില് ജാഹിലിയ കാലത്ത് വിഗ്രഹങ്ങൾ ആരാധിച്ച ആളുകൾ അല്ലെ, അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുശ്രിക് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഒരാള് മുസ്ലിമാന്ന് പറയാം, ഞാൻ മുസ്ലിം ആണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ബിദഅത്തുകളും അല്ലെ, പലതരത്തിലുള്ള ശിർക്കിപരമായ പ്രവർത്തനങ്ങളും ഉള്ള ആളുകളുണ്ട്. പക്ഷെ അവരെയും നമ്മൾ മുശ്രിക് എന്ന് വിളിക്കൂല. നമ്മളപ്പോ ഈ ആയത്തുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആരാണ് മുശ്രിക് എന്നുള്ളത് നമ്മൾ ഒന്ന് ക്ലിയർ ആക്കി, അല്ലെങ്കിൽ ആരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം, മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു മുസ്ലിങ്ങളാണെങ്കിൽ പോലും അവർ ഷിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവര് മുശ്രിക് എന്ന് വിളിക്കുന്നില്ല. ഈ ഒരു ആയത്തിൽ പറഞ്ഞതിൽ അവര് പെടൂല, ക്രിസ്ത്യാനികൾ പെടൂല, ജൂതന്മാർ പെടൂല. ഇത് മൂന്നും അല്ലാത്ത, അത് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയ മതങ്ങളിൽ വിശ്വസിക്കാത്ത ആൾക്കാർ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. വലാ തൻകിഹുൽ മുശ്രികാത്ത്, നിങ്ങൾ മുശ്രികാത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ. യുഅ്മിന്ന എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക, നൂന്റെ മുകളിൽ ഷദ്ദയുണ്ട് അല്ലെ. ഷദ്ദ എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ട് നൂനാണത്. അതിൽ ഫസ്റ്റ് നൂൻ എന്ന് പറയുന്നത് ഇതിന്റെ റൂട്ട് ലെറ്ററിന്റെ ഭാഗമാണ്. ഹംസ മീം നൂൻ ആണ് യുഅ്മിൻ അല്ലെ, യുഅ്മിന അല്ലെങ്കിൽ യുഅ്മിൻ എന്ന് പറയുമ്പോൾ ഈമാൻ എന്നുള്ള വാക്കാണ്. അതിൽ പെട്ടതാണ് ആദ്യത്തെ നൂൻ. രണ്ടാമത്തെ നൂൻ അത് സ്ത്രീ ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി, സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നൂനാണ്. അതായത് നമ്മൾ യഫ് അൽന അല്ലെ, യഫ് അലുവിന്റെ അവർ സ്ത്രീകൾ എന്നുള്ള രീതിയിൽ വരുന്നത് യഫ് അൽനെയാണ്. അതുപോലെയാണ് ഇവിടെ യുഅ്മിൻ പ്ലസ് ന ആണ് യുഅ്മിന്ന ആയത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, കാരണം ഇനി അതുപോലെയുള്ള കുറേ വാക്കുകൾ നമുക്ക് കാണാം. സ്ത്രീകളുടെ, അതായത് സ്ത്രീകൾ ബഹുവചനം ഹുന്ന എന്നുള്ള അവർ സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും നമുക്ക് കാണാം അവസാനം ഡബിൾ നൂൻ അല്ലെങ്കിൽ നൂൻ വിത്ത് ഷദ്ദ വന്നിട്ട്. അപ്പൊ യുഅ്മിന്ന എന്ന് പറഞ്ഞാല് അവർ സ്ത്രീകൾ വിശ്വസിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു നൂനിനെ നൂനുൻ നിസ്വ എന്ന് പറയും, സ്ത്രീകളെ സൂചിപ്പിക്കുന്ന നൂനായതുകൊണ്ട്. അപ്പം വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന, അപ്പൊ പുരുഷന്മാര് മുശ്രിക്കുകളായ സ്ത്രീകളെ വിവാഹം ചെയ്യരുത്, വിശ്വാസികളോട് പറയാണ്, അവര് വിശ്വസിക്കുന്നത് വരെ. കാരണം ഒരു ആള് മുശ്രിക്കായിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയാണെന്ന് നോക്കുക. ഇപ്പോഴും മുശ്രിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പിക്ചർ എന്താന്ന് അറിയാലോ അല്ലെ? മുസ്ലിമോ, അതായത് മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിയോ ക്രിസ്ത്യാനിയോ ജൂതനോ അല്ല,
അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഊഹിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചുറ്റുപാടും ഇപ്പം ബഹുദൈവ ആരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന ഒക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അല്ലെ, ഹിന്ദുസ്. അപ്പം അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ കരുതാം, ജസ്റ്റ് ആ ഇമാജിനേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അതുപോലെയുള്ള മറ്റു മതങ്ങളും. അപ്പം ഒരാൾ ഒരു മുഷ്രിക്കായിട്ടുള്ള സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? രണ്ടിലൊരു കാര്യം നടക്കും. ഒന്നാമത്തത്, അയാൾക്ക് അയാളുടെ ദീനിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെ. അയാളുടെ ദീനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യണം. കാരണം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. മുഷ്രിക്കായിട്ടുള്ള ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തതെന്നൊക്കെ അല്ലെ. കാരണം അവൾക്ക് ചിലപ്പോൾ അമ്പലത്തിൽ പോകേണ്ടി വരും. അവൻ എന്ത് ചെയ്യും? അവൾ അമ്പലത്തിൽ കൊണ്ടുപോകണം. ചിലപ്പോൾ അവളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും വിഗ്രഹങ്ങളുടെ അടുത്ത് അല്ലെ. അല്ലെങ്കിൽ അവൾക്ക് ചില വിഗ്രഹങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കേണ്ടി വരും. അവനത് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ അവന്റെ ദീനിനെ പല രീതിയിൽ കോംപ്രമൈസ് ചെയ്യും. അല്ലെങ്കിൽ അവളുടെ കൂടെ പങ്കുചേർന്ന് ആ ദീനിന്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അതല്ലെങ്കിൽ ഇവര് തമ്മിൽ അല്ലെ, അവന്റെ ദീനിലും അവൾ അവളുടെ ദീനിലും ഉറച്ചു നിൽക്കുമ്പം ഇവര് തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്ഥിരമായിട്ട് അത് ക്ലാഷ് ആയിട്ട് മാറും. അപ്പം ഒരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാവില്ല. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിരിക്കും അല്ലെ. കാരണം തൗഹീദും ശിർക്കും ഒന്നിച്ചു പോവില്ല, ഇസ്ലാമും കുഫ്റും ഒന്നിച്ചു പോവില്ല. അത് രണ്ടും രണ്ടാണ് അല്ലെ. രാവും പകലും എങ്ങനെയാണോ, കിഴക്കും പടിഞ്ഞാറും എങ്ങനെയാണോ അല്ലെ, അവയ്ക്കൊന്നും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. രാവിനും പകലിനും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല, കിഴക്കിനും പടിഞ്ഞാറിനും ഒന്നിച്ച് നിൽക്കാൻ പറ്റില്ല. അതേപോലെ ഡിഫറെന്റ് ആണ് തൗഹീദും ശിർക്കും അല്ലെങ്കിൽ ഇസ്ലാമും കുഫ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു മുഷ്രിക്കിനും ഒരു മുസ്ലിമിനും ഒന്നിച്ചു പോവാൻ പറ്റൂല. കാരണം അവർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പം അവർക്ക് ഒന്നിച്ച് പോകണമെങ്കിൽ അവരുടെ വിശ്വാസങ്ങളിലെ വിശ്വാസത്തിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ അവർ തമ്മിൽ ഭയങ്കര തല്ലും പ്രശ്നങ്ങളും ആയിരിക്കും. നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് സുക്കൂൻ തരുന്ന ഒരു സംഭവം അല്ലെ, സമാധാനം തരുന്ന സംഭവമാണ്, കംഫർട്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് ഭയങ്കര അടിയും പ്രശ്നങ്ങളും ആണെന്നുണ്ടെങ്കിൽ, ജീവിതം അങ്ങേയറ്റം പ്രയാസമാക്കുന്ന ഒരു കാര്യമാണെന്ന് വിവാഹം എന്നുണ്ടെങ്കിൽ, പിന്നെ ആ വിവാഹം കൊണ്ട് എന്താ അർത്ഥം? ഒരർത്ഥവും ഇല്ല അല്ലെ. അപ്പം അഖീദ വ്യത്യാസമാണെങ്കിൽ, വിശ്വാസങ്ങൾ വ്യത്യാസമാണെങ്കിൽ, വാല്യൂസ് വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പം ഈ കാര്യങ്ങളിൽ രണ്ടുപേരും ഒരേപോലെ, ഭാര്യയും ഭർത്താവും ഒരേ പേജിൽ ആയിരിക്കണം. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഇപ്പം ഭാഷയാവട്ടെ, കൾച്ചർ ആവട്ടെ, ഭക്ഷണത്തിനോടുള്ള താല്പര്യങ്ങൾ, കളറുകൾ, സ്റ്റൈലുകൾ, അങ്ങനെയുള്ള എന്തൊരു കാര്യവും നമുക്ക് ഒഴിവാക്കാം. കാരണം അതൊക്കെ ഇങ്ങനെ പോകെ മാറുന്ന കാര്യങ്ങളാണ് അല്ലെ. ആളുകൾക്ക് അതില്ലാതെയും ജീവിക്കാം ഈ പറഞ്ഞതൊക്കെ. പക്ഷെ ദീൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലെ. വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസം ഇല്ലാണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാണ്ട് ഒരു വ്യക്തി ഉണ്ടാവില്ല അല്ലെ. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലുള്ളതാണ്. അത് പ്രവൃത്തികൾ കൊണ്ടും നാവ് കൊണ്ടും പ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുള്ളത് എന്തായാലും അയാളുടെ പ്രവൃത്തികളിലൂടെ പുറത്തു വരും. അപ്പം രണ്ട് വ്യക്തികളുടെ പ്രവൃത്തികൾ ഭയങ്കര കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അവർക്ക് എങ്ങനെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുഅ്മിന്ന. അപ്പൊ നിങ്ങൾ അവര് വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ അവരെ വിവാഹം ചെയ്യരുത്. ഇനി ആ വ്യക്തി പറയാണ്, കുഴപ്പമില്ല, ഞാൻ എൻ്റെ ദീൻ കോംപ്രമൈസ് ചെയ്യാണ്, എനിക്ക് ഈ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല, കുഴപ്പമില്ല, ഞാൻ ദീനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാൻ, ഞാൻ പള്ളിയിൽ പോകണില്ല, അവളെ മക്കളെ അവൾക്ക് ഇഷ്ടമുള്ള പോലെ വളർത്തിക്കോട്ടെ. ഓക്കെ. അപ്പൊ അവൻ എന്താ സംഭവിക്കുക? അവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു അല്ലെ. ഇനി അഥവാ അവൻ ദുനിയാവിൽ കുറച്ച് സന്തോഷിച്ചെന്ന് തന്നെ വെക്കുക, ആഖിറത്തില് അവർ രണ്ടുപേരും മരിക്കുന്ന മൊമെന്റിൽ അവർ തമ്മിലുള്ള ബന്ധം കട്ടായിന്ന് മാത്രമല്ല, അതിനുശേഷം അവർ ശത്രുക്കളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഭാര്യയും ഭർത്താവും ഒരു പക്ഷെ ദുനിയാവിൽ അവർ ചിലപ്പം എൻജോയ് ചെയ്ത് ജീവിച്ചെന്ന് കഴിക്കാം, പക്ഷെ അവർ മരിക്കുന്ന നിമിഷം മുതൽ അവർ തമ്മിൽ ശത്രുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നത് വരെ അവരെ വിവാഹം ചെയ്യരുത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബഹുദൈവ വിശ്വാസിനികളെ നിങ്ങൾ വിവാഹം ചെയ്യരുത്, മുശ്രിക്കായിട്ടുള്ള ആൾക്കാർ, അവര് വിശ്വസിക്കുന്നത് വരെ. അപ്പം അള്ളാഹു പറയാണ്, വല അമതും മുഅ്മിനത്തും, അതായത് അവർ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വല അമതും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക. ഒരു അടിമ സ്ത്രീയാണ്, അതായത് വിശ്വാസമുള്ള ഒരു അടിമ സ്ത്രീയാണ് മുശ്രിക്കായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ത്രീയേക്കാൾ നിനക്ക് ഉത്തമം. കാരണം ഒരു അടിമ അല്ലെ, ചിലപ്പം
വിദ്യാഭ്യാസം ഉണ്ടാവില്ല, സമ്പത്ത് ഉണ്ടാവില്ല, സ്റ്റേറ്റസ് ഉണ്ടാവില്ല, അല്ലെ, ദാരിദ്ര്യം ഉണ്ടാവും, ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച അത്രയും എക്സ്പീരിയൻസും എക്സ്പോഷറും ഒന്നും ഉണ്ടാവില്ല. മാനസികമായിട്ടും എവിടേക്കോ ഒരു ഡിസ്പാരിറ്റി, ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷെ അവൾക്ക് ഈമാൻ ഉള്ളത് കൊണ്ട് അവൾ എന്തുകൊണ്ടും ഒരു മുഷ്രിക്കായിട്ടുള്ള സ്ത്രീയേക്കാൾ ബെറ്റർ ആണ്. അവൾക്ക് നിങ്ങളും ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന മറ്റു ക്വാളിറ്റീസ് ഉണ്ടായേക്കാം. ഞാൻ ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലൈറ്റ് ആയിട്ടൊരു ഉദാഹരണം. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുള്ള ഒരു കാര്യമാണ്, അല്ലെ, ഇപ്പൊ നമ്മളുടെ ഒരു ദീനിന്റെ ഒരു ലെവൽ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷെ നമ്മളെ വീട്ടിൽ മറ്റുള്ളവർക്കൊന്നും അവരൊന്നും ആ ഒരു ലെവലിലായിരിക്കില്ല ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ, അവർക്ക് തന്നെ മെല്ലെ ചിലപ്പം ക്യാച്ച് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു ലെവലിലായിരിക്കും. എന്നാൽ ചിലപ്പോൾ നമ്മൾ പുറത്ത് ഉള്ള നമ്മളുടെ ഈ പറഞ്ഞ നമ്മുടെ സഹോദര്യത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരി, ചിലപ്പം അവരുടെ സ്റ്റേറ്റസ് വളരെ എന്താണ് സാമ്പത്തികമായിട്ട് മോശമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര കുടുംബ പേരോ മഹിമയോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവരുടെ ഈമാൻ കൊണ്ട് നമുക്ക് അവരുമായിട്ട് നല്ല കണക്ഷൻ കിട്ടൂലേ. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭാഷണങ്ങൾ അവരുമായിട്ട് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ എന്നാൽ വീട്ടിലുള്ള പലരിടത്തും ഈ പറഞ്ഞ നമ്മളുടെ അതേ സ്റ്റേറ്റസ് ഉണ്ടാവും, അല്ലെ, നമ്മളതേ എന്താണ് സാമ്പത്തിക അവസ്ഥ ഉണ്ടാവും, കുലീനത ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈമാൻ നമ്മളുടെ ലെവലല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് സംസാരിച്ച് തുടങ്ങിയാൽ തന്നെ ക്ലാഷ് ആയി പോവാറുണ്ട്, അല്ലെ. അപ്പം വല അമത്തും മുഅ്മിനത്തും ഹൈറുമിൻ മുഷ്രിക്ക, അല്ലെ, ഒരു അടിമയായ സ്ത്രീയാണ് നിനക്ക് മുഷ്രിക്കായ ഒരു ഫ്രീ സ്ത്രീയേക്കാൾ നിനക്ക് ഉത്തമം. വലൗ അജബത്കും, നീ അവളിൽ എത്ര തൃപ്തിയായാലും. അജബത്കും ഐൻ ജീം ബ അജാബ്. അജാബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളെ അട്രാക്ട് ചെയ്യുക, അതായത് ഒരു അത്ഭുതം കൂറുന്ന ലെവലിൽ, അത്രയ്ക്ക് മാസ്മരികമായ അട്രാക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആ ലെവലിലുള്ള ഒരു അട്രാക്ഷൻ. അപ്പൊ നീ ആ ഒരു മുഷ്രിക്കായ സ്ത്രീയിൽ എത്ര തന്നെ അട്രാക്റ്റഡ് ആണെങ്കിലും, എത്ര തന്നെ അവളെ ഇഷ്ടപ്പെട്ടാലും, അവളോട് എത്ര നിനക്ക് ആരാധന തോന്നിയാലും, എത്ര ഇംപ്രഷൻ തോന്നിയാലും, അവൾക്ക് ഈമാൻ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനേക്കാൾ ഉത്തമം എന്താണ്, നിനക്ക് ഏതാണ്, ഒരു ഈമാനുള്ള അടിമയാണ്. വലൗ അജബത്കും, അല്ലെ, അവൾ എത്ര നിന്നെ അത്ഭുതപ്പെടുത്തിയാലും. അതുകൊണ്ട് നീ അവള് മുഷ്രിക്കായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യരുത്. അത് ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണ്, ഈമാനാണ്, അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്കറിയാം, അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് മതാ ആണ്, അല്ലെ, ഡിലൈറ്റ്സ് ആണ്, കുറച്ച് ആനന്ദങ്ങളാണ്, താൽക്കാലികമായിട്ടാണെങ്കിലും ഉള്ള. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആനന്ദം എന്താണ്, ഒരു മർഅതു സ്വാലിഹ, അല്ലെ, സ്വാലിഹത്തായ ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്, അല്ലെ. ഒരു സ്ത്രീ എത്ര അട്രാക്റ്റീവ് ആണെങ്കിലും, എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും, എത്ര അത്ഭുതം നമുക്ക് തോന്നിക്കഴിഞ്ഞാലും അവൾക്ക് ഈമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ ഈ ദുനിയാവിലെ ബെസ്റ്റ് മതാ അല്ല, അത്ര വലിയ സന്തോഷം തരുന്ന ഒരു സംഭവം അല്ല. വലോ അജബത്കും, നിങ്ങൾക്ക് ഇനി എത്ര അത്ഭുതം അതിനകത്ത് തോന്നിയാലും. അപ്പം ഇനി അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തുൻകിഹുൽ മുശ്രിക്കീന, നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത് ആർക്ക്, മുഷ്രിക്കായ പുരുഷന്മാർക്ക്. ആരെ, നിങ്ങളുടെ ഗാർഡിയൻഷിപ്പിലുള്ള സ്ത്രീകളെ, അല്ലെ. നിങ്ങൾ ചിലപ്പം ചില സ്ത്രീകളുടെ വലിയകളായിരിക്കും, നിങ്ങളുടെ മകളോ സഹോദരിയോ പേരക്കുട്ടിയോ ആരായിക്കോട്ടെ. അവ നിങ്ങൾ ചില സ്ത്രീകളുടെ വലിയായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഗാർഡിയൻഷിപ്പിലുള്ള ആ സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കരുത് ആർക്ക്, മുഷ്രിക്കായ പുരുഷന്മാർക്ക്. ഇവിടെ തുൻകിഹു, അല്ലെ, നമ്മൾ നേരത്തെ കണ്ടത് തൻകിഹു ആണ്. തൻകിഹു നിങ്ങൾ വിവാഹം ചെയ്യൂ, തുൻകിഹു നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്ക്. ഓക്കെ, ലാ തുൻകിഹു ആണ് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ചുരുക്കി പറയുകയാണെങ്കിൽ സ്ത്രീകളെ അല്ല അഡ്രസ് ചെയ്തിരിക്കുന്നത്, സ്ത്രീകളുടെ ഗാർഡിയൻസിനെ, വലിയകളെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്, അല്ലെ. ഒരു മുസ്ലിം സ്ത്രീയുടെ വലിയനെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഉദാഹരണത്തിന് ഒരു പിതാവാണെങ്കിൽ പിതാവിന്റെ അടുത്ത് പറയാണ്, നിങ്ങളെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവളെ മുഷ്രിക്കായിട്ടുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. മുഷ്രിക്കിന്റെ പ്ലൂരലാണ്, നേരത്തെ മുഷ്രിക്കയുടെ പ്ലൂരലാണ് മുഷ്രിക്കാത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം മുസ്ലിം ആയിട്ടുള്ള ഒരു പാപ്പ, അല്ലെ, പുരുഷൻ അവരുടെ മക്കളെ മുഷ്രിക്കായിട്ടുള്ള പെൺകുട്ടികളെ മുഷ്രിക്കായിട്ടുള്ള ഒരു പുരുഷന് വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഇവിടെ ഞാൻ പറഞ്ഞു സ്ത്രീയെ അല്ല അഡ്രസ് ചെയ്തിട്ടുള്ളത്, അല്ലെ, പകരം സ്ത്രീയുടെ ഗാർഡിയനാണ്, വലിയനാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. കാരണം വിവാഹത്തിലേക്ക് വരുമ്പോൾ വിവാഹ കോൺട്രാക്ട് ആര് തമ്മിലാണ്, ഭർത്താവും ഭാര്യയുടെ വാപ്പയും തമ്മിലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ.
ഭർത്താവും ഭാര്യയുടെ വാപ്പയും തമ്മിലാണ്, ഹസ്ബൻഡും വൈഫും തമ്മിലല്ല. അതെന്തുകൊണ്ടാ? കാരണം ഈ വാപ്പ ഈ മോളെ വിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനം തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുകയോ അല്ല ചെയ്യുന്നത് അല്ലേ. പകരം ഈ കൊടുക്കുന്ന ഹസ്ബൻഡിന്റെ അടുത്ത് പറയാണ്, നോക്കിക്കോ ഞങ്ങളിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട് അല്ലെ, ഇത് എന്റെ മോളാണ് അല്ലെങ്കിൽ എന്റെ സഹോദരിയാണ്, നിങ്ങൾക്ക് ഞങ്ങളൊരു ഔദാര്യം ചെയ്യാണ് അല്ലെ, ഒരു ഫേവറാണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നത്. എന്ത്? നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നേരെ അല്ലെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ. സുബ്ഹാനല്ലാഹ് അല്ലെ, സുബ്ഹാനല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള വാദാണ് അല്ലെ. അപ്പം മുസ്ലിം സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം, അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പുരുഷനും വലിയും തമ്മിൽ, ഭർത്താവും ഭാര്യയുടെ വാപ്പയും തമ്മിലാണ്, അല്ലെങ്കിൽ സ്ത്രീയുടെ വലിയും തമ്മിലാണ് ബന്ധം. അള്ളാഹു കൽപ്പിക്കുന്നത് സ്ത്രീയുടെ വലിയന്റെ അടുത്താണ് അല്ലെ. നിങ്ങൾ വിവാഹത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഒരു മുശ്രിക്കായ പുരുഷനെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കരുത്. ഹത്തായു മീനോ, അവർ വിശ്വസിക്കുന്നത് വരെ, അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ കൊടുക്കരുത് നിങ്ങളുടെ മകളെ വിവാഹം ചെയ്തിട്ട് അല്ലെ. ചിലപ്പം ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ റിവേർട്ട് ചെയ്തിട്ട് മുസ്ലിം ആയി എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങൾ വരുമ്പോൾ പലപ്പോഴും അല്ലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഭയങ്കര ഒരു പ്രയാസമാണ് അത് സ്വീകരിക്കാൻ വേണ്ടി. ഓന് മുസ്ലിം ആവുന്നതിന് മുമ്പ് എന്ത് ജീവിതമാണ് ജീവിച്ചതെന്ന് ആർക്കറിയാം അല്ലെ. കള്ളു കുടിച്ചും പെണ്ണു കുടിച്ചിട്ടൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് പലർക്കും വരാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരിനി എന്ത് തിന്മ ചെയ്തു കഴിഞ്ഞാലും അവർ ഇസ്ലാമിലേക്ക് വന്നതാണെങ്കിൽ അല്ലെ അതോടുകൂടി അവരുടെ തിന്മകളൊക്കെ മായ്ക്കപ്പെട്ടു. ചിലപ്പം അവര് നമ്മളെക്കാൾ ബെറ്റർ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്, കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ മുസ്ലിം ആയിട്ടാണ്. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പലതിനും നമ്മൾ ഇതുവരെ പാപമോചനം പോലും തേടിയിട്ടില്ല. തെറ്റാന്ന് വരെ തിരിച്ചറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മുതൽ അവരുടെ എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ടതാണല്ലേ. അവരുടെ ഈ ഇസ്ലാം ആയതിനു ശേഷമുള്ള കുറച്ച് ദിവസം മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, അതും അവർ അതിന് ഇഷ്ടപ്പെട്ട്, ഇസ്ലാമിന് ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളെ പോലെയല്ല അല്ലെ. അപ്പം വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം, വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കരുത് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, പക്ഷെ അവർ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ, ലാ നിക്കാഹ ഇല്ലാ ബി വലി. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിക്കാഹ്, ഒരു വലിയില്ലാതെ ഒരു നിക്കാഹ് ഇല്ല ദീനല്ല. ഒരു പെണ്ണ് പറയാം, ഞാൻ ഒറ്റക്ക് പോയിട്ട് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റക്ക് പോയി കല്യാണം കഴിക്കുകയാണ്, എനിക്കിപ്പം ഉപ്പന്റെ പ്രസൻസിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ, അല്ലെങ്കിൽ എന്റെ വലിയ ആരാണോ, സഹോദരനാണോ ആരാണെങ്കിലും അവരുടെ പ്രസൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു വിവാഹത്തിന് ഇസ്ലാമിൽ യാതൊരു സാധ്യതയില്ല. ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നേ ഇല്ല. ഒരു വലിയില്ലാത്ത കല്യാണത്തിന് കല്യാണമായിട്ട് നിക്കാഹായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല. തുടർന്നുള്ള പറയണ വല അബ്ദും മുഅ്മിനും, നിശ്ചയമായും വിശ്വാസിയായ ഒരു അടിമ. നമ്മൾ നേരത്തെ സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പുരുഷന്മാരുടെ കാര്യത്തിൽ പറയണ വല അബ്ദും മുഅ്മിനും, വിശ്വാസിയായ ഒരു അടിമയാണ് ഖൈറും മിൻ മുശ്രിക്കീൻ, മുശ്രിക്കായിട്ടുള്ള ബഹുദൈവ വിശ്വാസിയായ ഒരുവനേക്കാൾ നിങ്ങൾക്ക് നല്ലത്. വലോ അഅജബക്കും, അവനിനി എത്ര നിങ്ങളെ തൃപ്തിപ്പെടുത്തിയാലും. ആര്? ഒരു മുശ്രിക്കായിട്ടുള്ള പുരുഷൻ അല്ലെ, അവൻ എത്ര ശ്രേഷ്ഠനാണ്, അവന് ഭയങ്കര വലിയ ഡിഗ്രി ഉണ്ട്, എത്ര നല്ല ജോബ് ഉണ്ട്, എത്ര സ്മാർട്ടാണ്, എത്ര ബ്രൈറ്റ് ആണ്, എന്തെന്നാണെങ്കിലും അവന് ഈമാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളെ അവന് കൊടുക്കരുത്. വല അബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലോ അഅജബക്കും. അപ്പം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസിയായ അടിമയാണ് നിങ്ങൾക്ക് തമ്മിൽ ഭേദം, അത് ഈമാൻ ഇല്ലാത്തൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനേക്കാളും. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ സമയത്ത് ഉള്ള ഒരു വ്യക്തി ജുലൈബിബ് റളിയല്ലാഹു അൻഹു അല്ലെ, അദ്ദേഹം കാണാനും ഭംഗിയില്ല, സ്മാർട്ടും അല്ല, പോരാത്ത അദ്ദേഹത്തിന് ചില ശാരീരിക ഡിസബിലിറ്റീസ് ഒക്കെ അതുകൊണ്ടായിരുന്നു. അപ്പം ശരീരത്തിന് ശരിയായ ഘടനയില്ല, അതായത് ഡിസബിലിറ്റി ഉണ്ട്, കാണാൻ ഭംഗിയില്ല, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റസ് ഇല്ല, അങ്ങനെയുള്ള ആളെ ആരെ കല്യാണം കഴിക്കുക? ആരും കല്യാണം കഴിക്കൂല അല്ലെ. എന്നാൽ ഇദ്ദേഹം വളരെയധികം ഈമാനുള്ള, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ എന്താണ് വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിനെ അങ്ങാടിയിൽ വെച്ച് കണ്ടപ്പം അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് പിടിച്ചിട്ട് ചോദിച്ചു, എന്റെ അടുത്ത് നിന്ന് ആരാ ഈ അടിമയെ വാങ്ങാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് തമാശയായിട്ട് പറഞ്ഞത്. അപ്പം ആള് ജുലൈബി പറയും, ഇല്ല ആരും വാങ്ങൂല, എനിക്ക് ഒരു വേർത്തും ഇല്ല അല്ലെ, ആർക്കും എന്നെ ഇഷ്ടപ്പെടൂല, കാരണം എന്റെ ബോഡി ഇങ്ങനെയാണ്, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, എന്നെ കാണാൻ ഭംഗിയില്ല
എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇതിനേക്കാളും നല്ല സ്റ്റാറ്റസ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിലുണ്ട്. ഓക്കെ, ഞാനും നിന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നു. കാരണം അള്ളാഹ് അവന്റെ ഈമാൻ കൊണ്ടാണ് അവനെ ഇഷ്ടപ്പെടുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ അൻസാരി ആയിട്ടുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും അയാളുടെ അടുത്ത്, നിങ്ങളുടെ മകളെ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കും. അപ്പം ഇയാൾ കേട്ടപ്പോ തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോക്ക് വേണ്ടിയാണോ? പിന്നെ ഞാൻ എന്തായാലും കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാ പിന്നെ ഇതാ ജുലൈബിബിന് വിവാഹം ചെയ്ത് കൊടുക്കുമെന്ന്. അപ്പൊ അയാൾ ആകെ പതറി, ഇല്ല ഞാൻ ഭാര്യയോട് ചോദിക്കട്ടെ, അല്ലെ കുട്ടിയുടെ ഉമ്മയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകും. ഭാര്യയടുത്ത് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായും നടക്കൂല, ഇത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടീനെ ഈ കാണാൻ ഭംഗിയില്ലാത്ത, സ്വത്തില്ലാത്ത, ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക്, സൊസൈറ്റിയിൽ യാതൊരു വാല്യൂ ഇല്ലാത്ത ഒരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനോ നടക്കൂല എന്ന് പറയും ഭാര്യ. അപ്പം ഈ സംഭാഷണം മകള് കേൾക്കുന്നുണ്ട്. അപ്പൊ മകള് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്? അപ്പം പറയും അതെ. എന്നാ അതിനകത്ത് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരിക്കും, ഞാൻ ഓക്കെയാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഊഹിക്കാൻ പറ്റും, അല്ലെ? ഒരു പെൺകുട്ടി, പാരന്റ്സ് പോലും അയാൾക്ക് സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട്, ഭംഗിയില്ലാത്തതുകൊണ്ട് അംഗീകരിക്കാത്ത ഒരു വിവാഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൊണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ റെഡിയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം. സുബ്ഹാനല്ലാഹ്, അവര് അതിന് സമ്മതിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കല്യാണം കഴിക്കും. സൂറത്ത് അഹ്സാബിൽ 36-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലേ, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. സുബ്ഹാനല്ലാഹ്. സത്യവിശ്വാസിയായ ഒരു പുരുഷനും സ്ത്രീയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് സ്വീകരിക്കണം, അല്ലെ? റെഡി ആയിട്ട് ഉടനെ തന്നെ, അല്ലെ, അതിന് സബ്മിറ്റ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഈ സ്ത്രീ ഈ പെൺകുട്ടി ഇവരെ ജുലൈബിബിനെ വിവാഹം ചെയ്തു. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം മദീനയിൽ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവര്. സുബ്ഹാനല്ലാഹ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് വിവാഹം ചെയ്തതാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഈ ഭർത്താവ് മരിച്ചതിന് ശേഷം പ്രപ്പോസലുകൾ വന്നിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു വ്യക്തിയുടെ, ജുലൈബിബിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഈമാൻ ഉണ്ടായിരുന്നു, അല്ലെ? വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഈമാൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ പലപ്പോഴും പല സ്ത്രീകളും കംപ്ലൈന്റ് പറയുന്നത് കേൾക്കാം, എന്റെ ഭർത്താവ് എന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ മതി, അല്ലെ? എന്നെ ഒരിത്തിരി റെസ്പെക്ട് ചെയ്താൽ മാത്രം മതി, എനിക്ക് കുറെ സമ്പാദിച്ചു തന്നിട്ടില്ലെങ്കിലോ കുറെ സാധനങ്ങൾ വാങ്ങി തന്നിട്ടില്ലെങ്കിലോ ഒന്നും കുഴപ്പമില്ല, ഒരിത്തിരി റെസ്പെക്ട്, ഒരിത്തിരി സ്നേഹം, അല്ലെങ്കിൽ ഒരു നല്ല ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ഞാൻ എന്താണോ അതിനെ അതേപോലെ അംഗീകരിച്ചാൽ മാത്രം മതി. അതേപോലെ പറയുന്ന പുരുഷന്മാരുണ്ട്, അല്ലെ? സ്ത്രീകളെ കുറിച്ച്, അവളിനിപ്പോ ഒരുപാടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഒന്ന് അംഗീകരിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന, അല്ലെ? ആർക്കാണ് തന്റെ ഇണയെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുക? ആർക്കാണ് തന്നെ ഇണയെ അതേപോലെ സ്വീകരിക്കാൻ പറ്റുക? ആർക്കാണ് തന്നെ ഇണയിൽ പറ്റിയ തെറ്റുകൾ പുറത്തു കൊടുക്കാൻ പറ്റുക? ഈമാനുള്ള വ്യക്തിക്ക് മാത്രം, അല്ലെ? ഈമാൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവൻ അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയവനായിരിക്കും. സുബ്ഹാനല്ലാഹ്. അത്രത്തോളം അവന് എന്തായിരിക്കും? ഹമ്പിൾ ആയിരിക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ തെറ്റുകളും അവന് മനസ്സിലാവും, അവനത് ക്ഷമിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ്, ഒരു മുശ്രിക്കായ പുരുഷൻ അല്ലെങ്കിൽ മുശ്രിക്കായ ഒരു സ്ത്രീയിൽ എത്ര നിങ്ങൾക്ക് അത്ഭുതം കൂറിയാലും, വലോ അജബക്കും, അല്ലെ? എത്ര അത്ഭുതം തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസിയായ അടിമയാണ് അതിനേക്കാൾ ഭേദം, അല്ലെ? ഇനി ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ നിരാകരിച്ചുകൊണ്ട് ഒരു മുശ്രിക്കായിട്ടുള്ള സ്ത്രീയെ വിവാഹം ചെയ്യാന്ന് വെച്ചോ, അല്ലെങ്കിൽ മുശ്രിക്കായിട്ടുള്ള ഒരു സ്ത്രീനെ മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീനെ മുശ്രിക്കായ ഒരു പുരുഷന് വിവാഹം ചെയ്ത് കൊടുത്തു എന്ന് വെച്ചോ, അതിനെ നിക്കാഹായിട്ട് കൺസിഡർ ചെയ്യോ? ഇല്ല, അത് സിന ആണ്. അത് സിന ആണ്. അവരുടെ ജീവിതമേ എന്താണ്? വ്യഭിചാരമാവും. സുബ്ഹാനല്ലാഹ്. അതിനെ ഇസ്ലാമിൽ നിക്കാഹായിട്ട് കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇനി ഒരു സാഹചര്യം, ഓക്കെ, ഒരു സ്ത്രീക്ക്, ഒരു മുസ്ലിമായ സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു മുസ്ലിമായ പുരുഷന് ഒരു അമുസ്ലിമായ ഒരു സ്ത്രീ, അതായത് മുഷ്രിക്കായ ഒരു, ഇപ്പൊ മുഷ്രിഖ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ മനസ്സിൽ വരണം കേട്ടോ. സ്ത്രീയെ വിവാഹം ചെയ്യണം അല്ലെങ്കിൽ പുരുഷനെ വിവാഹം ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം കുടുംബം സ്വാഭാവികമായിട്ടും പറയും, അല്ലെ? ഇസ്ലാം സ്വീകരിച്ചാൽ, അങ്ങനെ പറയുന്നവരുണ്ട്, ഇസ്ലാം സ്വീകരിച്ചാൽ കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്, അല്ലെങ്കിൽ നടക്കൂല. അങ്ങനെ ഈ ഒരു പ്രഷറിന്റെ മേല് അവർ, ആ പെൺകുട്ടിയോ ആ പുരുഷനോ ഇസ്ലാം സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഓക്കെ. പക്ഷേ ഇത് പ്രഷറിന്റെ മേലെ സ്വീകരിച്ചതാണ്, ശരിക്കും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല.
മനസ്സുകൊണ്ട് ചിലപ്പം സ്വീകരിച്ചിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് സുബ്ഹാനല്ലാഹ് പ്രത്യക്ഷമായതേ കാണാനുള്ളൂ അല്ലെ. പ്രത്യക്ഷമായത് കണ്ടിട്ട് നമ്മൾ സ്വീകരിക്കണം. നമ്മളടുത്ത് മനുഷ്യന്മാരുടെ ഹൃദയത്തിലുള്ളത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് അതിന് കഴിയേയില്ല. അപ്പൊ ഒരു വ്യക്തി പറയണം ഞാൻ മുസ്ലിം ആയി അല്ലെ, അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഷഹാദത്ത് ചൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മുസ്ലിമായിട്ട് കൺസിഡർ ചെയ്യണം. സൂറത്ത് തൗബയിൽ 11-ാമത്തെ ആയത്തില് ഫഇൻ താബു വഅഖാമു സ്വലാത്ത വആതു സകാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവര് തൗബ ചെയ്ത് മടങ്ങും. അതായത് ഒരാള് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു അല്ലെ. അപ്പൊ അവർക്ക് ആ പാട്ടില്ല. വഅഖാമു സ്വലാത്ത വആതു സകാത്ത, അവര് നമസ്കാരം നിലനിർത്തുകയും അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അവര് നിങ്ങൾക്ക് ദീനില് സഹോദരങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക്, ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇസ്ലാമിൻ്റെതായ ചില എന്താണ് തെളിവുകൾ പുറത്തേക്ക് കാണണം അല്ലെ. നമസ്കരിക്കുന്നുണ്ടോ, നമസ്കരിക്കാൻ പോകുന്നുണ്ടോ. ഒരു പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ എല്ലാ വക്തിലും അവര് പള്ളിയിൽ പോകുന്നുണ്ടാവില്ല അല്ലെ, പക്ഷെ അവര് ജുമാക്ക് പോകുന്നുണ്ടോ, നമസ്കരിച്ച് തുടങ്ങുന്നുണ്ടോ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സ്വീകരിക്കാം. പക്ഷെ അവര് മനഃപൂർവ്വം വെറുതെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട്, ഈവൻ അയാളുടെ ഒരു ഡോക്യുമെന്റിൽ പോലും ഇസ്ലാം എന്നുള്ള ദീൻ മാറ്റാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് കുറച്ചു കാലം കഴിയുമ്പോൾ ചോദിക്കാം അല്ലെ, വിശ്വസിക്കുന്നുണ്ടോ. അവരില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കല്യാണം അവിടെ വെച്ച് നിർത്തുകയും ചെയ്യാം, അതിന് നിർത്തിക്കളയണം. കാരണം അപ്പൊ അയാള് മുശ്രിക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഒരാൾ ശരിക്കും സ്വീകരിച്ചതാണോ. ഇപ്പൊ ഇതുപോലെ വിവാഹത്തിന്റെ കോണ്ടെക്സ്റ്റിലൊക്കെ അങ്ങനെ പലതും നമ്മളെ ദുനിയാവിൽ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും സ്വീകരിച്ചതാണോ എന്ന് ഹൃദയത്തിലുള്ളത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. എന്നാൽ ഇസ്ലാമികമായ മാനിഫെസ്റ്റേഷൻസ്, അതായത് പുറത്തേക്കുള്ള തെളിവുകൾ, നമസ്കാരവും സക്കാത്ത് കൊടുക്കലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ ദീനിലെ സഹോദരനായിട്ട് കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി ആ വിവാഹത്തിന്റെ സാധ്യത ഇല്ലാതാക്കാം. അപ്പം ഈ വലോ അജബക്കും, അതിനെ എത്ര തൃപ്തി ഉണ്ടാക്കി കഴിഞ്ഞാലും ചെയ്യരുത് എന്ന് അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടാണ്? ഉലായിക യദഊന ഇലന്നാർ, അവര് നിങ്ങളെ, അതായത് മുശ്രിക്കായ പുരുഷനോ മുശ്രിക്കായ സ്ത്രീയോ നിങ്ങളെ നരകത്തിലേക്കാണ് വിളിക്കുന്നത്. നിങ്ങൾ അവരുടെ വിളിക്ക് ഉത്തരം നൽകി കഴിഞ്ഞാൽ അല്ലെ, അവര് നീ എന്നെ കല്യാണം കഴിച്ചു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിനക്ക് അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാം, നിനക്ക് അത്രയും സന്തോഷമുള്ള ജീവിതം തരാം, നീ എന്താണോ അതുപോലെ ഞാൻ നിന്നെ സ്വീകരിക്കാൻ, നിന്നെ റെസ്പെക്ട് ചെയ്യാനും അതിലോട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അള്ളാഹു പറയാണ് നിങ്ങൾ അതിൽ ചതിക്കപ്പെട്ടു പോകരുത്. അവര് നിങ്ങളെ നരകത്തിലെ തീയിലേക്കാണ് വിളിക്കുന്നത്. അവരെന്താ, നിങ്ങൾ നരകത്തിലെ തീയിലേക്ക് വാന്ന് പറഞ്ഞ് വിളിക്കുകയാണോ? അല്ല അല്ലെ, അവര് അതിലേക്കുള്ള വഴികളിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവര് ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിങ്ങളും ശിർക്ക് ചെയ്യേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. മുശ്രിക്കുകൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവരുടെ വിഗ്രഹങ്ങളെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്, അവർക്ക് അതിനോടുള്ള റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തൊടാൻ വേണ്ടി പറഞ്ഞപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിലക്കിയിരുന്നു അല്ലെ. അത്ര പോലും ശിർക്കിന് വിലക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു മുശ്രിക്കിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അല്ലെ അവരുടെ വിഗ്രഹങ്ങളോട് ഒരു റെസ്പെക്ട് കാണിക്കേണ്ടി വരും. കാരണം അവരത് വീട്ടിൽ വെക്കും അല്ലെ, അവരതിനെ ആരാധിക്കും. അപ്പം ഏതെങ്കിലും രീതിയിൽ അല്ല, അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും കാറിലാണെങ്കിലും ഒക്കെ അവരതിനെ വെക്കുകയും അവരതിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ കൂടെ ജീവിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ റെസ്പെക്ട് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ശിർക്ക് നടക്കുന്ന വീട്ടിൽ നമുക്ക് തൗഹീദോടുകൂടി ജീവിക്കാൻ പറ്റില്ല, നമുക്ക് മക്കളെ വളർത്താൻ പറ്റില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും മക്കളാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. അവര് ഞാനിപ്പോ എന്താ, മുസ്ലിം ആണോ ഹിന്ദു ആണോ, അവർക്കത് മനസ്സിലാവില്ല അല്ലെ. ഇതാണോ അതാണോ ഒരു ഐഡിയ ഇല്ലാണ്ട് അവരാകെ കൂടെ ഒരു ലോസ്റ്റ് അവസ്ഥയിലായിരിക്കും. അതുപോലെ ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലാണ്ട് ചിലർ അങ്ങനെ ചെയ്യും. അപ്പയും മേലെ അമ്മയും അച്ഛനും രണ്ട് മതമാണെങ്കിൽ വിശ്വാസം ഇല്ലാതെ വളർത്തും. അവര് വലുതായിട്ട് തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പലരും ഒരേ വിശ്വാസമുള്ള ഭാര്യയും ഭർത്താവും തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് ഞാൻ വിശ്വാസം കൊടുക്കുന്നില്ല, അവര് വലുതായിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അത് തീരുമാനിച്ചോട്ടെ എന്ന്. സുബ്ഹാനല്ലാഹ്. ഭയങ്കര മോഡേൺ ആണെന്ന വിചാരം. പക്ഷേ നമ്മളൊരു വിശ്വാസം കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ജീവിതത്തിൽ ഓരോന്ന് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിന്റെയും ഫലം എന്താണെന്ന് ചിന്തിക്കാതെ അല്ലെ, എന്തെന്നെ വന്നാലും എനിക്ക് എന്താന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അവർ വളരും, മനുഷ്യന്മാരല്ലാതായിട്ട് മാറും. നമ്മളെ മനുഷ്യരാക്കി നിർത്തുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളാണ്, ഏത് മതത്തിന്റെ വിശ്വാസമാണെങ്കിലും. സുബ്ഹാനല്ലാഹ്. അപ്പം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യാം, അവർക്ക് ഐഡന്റിറ്റി ക്രൈസിസ് വരും അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറയണ ഉലായിക യദഊന ഇലന്നാർ, അവര് നിങ്ങളെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്നാൽ വല്ലാഹു യദഊ,
അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് യദ്ഊന ദാൽ ഐൻ വാവ് ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് സുബ്ഹാനല്ലാഹ് വൽ മഗ്ഫിറതി ബിഇദ്നിഹി സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുവാദം കൊണ്ട് പാപമോചനത്തിലേക്കും സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങളൊരു മുസ്ലിം ആയിട്ടുള്ള വിശ്വാസിയായിട്ടുള്ള ഈമാനുള്ള ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുമ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് പാപമോചനം തരും, അള്ളാഹ് നിങ്ങൾക്ക് സ്വർഗം തരും. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്കറിയാലേ ഒരു വ്യക്തി വിവാഹം ചെയ്യുമ്പോൾ ഒരു മുസ്ലിം ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി വിവാഹം ചെയ്യുമ്പോൾ അയാളുടെ പകുതി ദീൻ പകുതി വിശ്വാസം അല്ലെ അവിടെ നിറവേറി. എന്ന് വെച്ചാൽ 2 പ്രാവശ്യം കല്യാണം കഴിക്കുമ്പോൾ ഫുള്ള് വിശ്വാസമായി അല്ലെങ്കിൽ ഫുള്ള് ദീനായി നല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു വ്യക്തി വിവാഹം ചെയ്യുമ്പോൾ അയാളുടെ പകുതി ദീന അല്ലെങ്കിൽ പകുതി വിശ്വാസം അവിടെ പൂർത്തിയായി. ബാക്കി പകുതിയെ കുറിച്ച് അവനെ ആലോചിച്ച് വിഷമിച്ചാൽ മതി, ബാക്കി പകുതിയെ കുറിച്ച് അവന് സെറ്റാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. പല കാര്യങ്ങളുണ്ട് അല്ലെ വിവാഹം ചെയ്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന, അത് വിവാഹം ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരുപാട് ഗുണങ്ങൾ ദീനിലുണ്ട്. അപ്പം അതൊക്കെയും അവന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. കുടുംബം, കുട്ടികള്, അതിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ, അവിടെ കാണിക്കുന്ന ക്ഷമകള്, സുബ്ഹാനല്ലാഹ്, അവിടെ അവൻ ചെലവഴിക്കുന്നത് ഒക്കെ എങ്ങനെയാണ്. ഈ കണ്ട എല്ലാ പ്രതിഫലം എവിടുന്നാ കിട്ടുക? വിവാഹം ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അല്ലെ. എല്ലാത്തിടത്തുനിന്നും അത് കിട്ടൂല. അപ്പൊ വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി. അപ്പം അവന്റെ വിശ്വാസത്തിന്റെ പകുതി നിറവേറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പകുതി ഉള്ളൂ അവന് പ്രശ്നമുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനെ അനുസരിക്കാൻ വേണ്ടി എളുപ്പം. പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹ് അവര് വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഒരു പക്ഷെ അവർ ദീൻ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാലും പല പ്രത്യക്ഷമായ പല മാറ്റങ്ങൾക്കും അവർക്ക് ഇത്തിരി പേടിയുണ്ടാവും. കാരണം അവരുടെ വീട്ടിലെ സെറ്റപ്പ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കൂല. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ആൾക്കാര്, കുടുംബക്കാര് എന്തു പറയും അല്ലെ. എന്നാൽ അവൾ ശരിക്കും വിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് പേടിക്കണ്ട അല്ലെ. അവളുടെ ദീന് സുബ്ഹാനല്ലാഹ്, എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ട് അല്ലെ, എനിക്കൊരു ഹിജാബ് ഇട്ട് നിക്കാബ് ഇട്ട് പുറത്തു പോകാൻ ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, മൂപ്പർക്ക് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്. വളരെ ഐഡിയൽ കേസാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിലേക്ക് തന്നെ നോക്കുക. കാരണം നമ്മളുടെ ദീനും ഒന്നുമല്ല അല്ലെ, ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ദീൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് പകുതി ദീൻ അല്ലെ. വിശ്വാസിയായ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പകുതി ദീൻ അവിടെ നിറവേറി. അപ്പം വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ലേ. ഭർത്താവും ഭാര്യയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഹാഫ് അവിടെ കംപ്ലീറ്റ് ആയി, ബാക്കിയുള്ളതിനെ നോക്കിയാൽ മതി. അപ്പം അവൾക്ക് പുരുഷന്റെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് കൂടുതൽ അള്ളാഹുവിന്റെ അടുത്ത് അനുസരണ കാണിക്കാനുള്ള എളുപ്പമായി മാറി. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വേറൊരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അതായത് ഒരു ഭർത്താവ് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും ഭാര്യയെ വിളിച്ച് എണീപ്പിക്കുകയും അല്ലെ അവളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്. ഇനി അവർ എണീച്ചിട്ടില്ലെങ്കിൽ അവളുടെ മുഖത്ത് കുറച്ച് വെള്ളം തളിച്ചിട്ട് അവളെ എണീപ്പിക്കുകയാണെങ്കിൽ അതേപോലെ തിരിച്ചും അവര് രണ്ടുപേരും അല്ലെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്നവരാണ്. അപ്പം രണ്ടുപേരും ജന്നത്തിലേക്ക്, സ്വർഗത്തിലേക്കും അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്കും പരസ്പരം എൻകറേജ് ചെയ്യുന്നവരാണ്. കാരണം അവർ രണ്ടുപേരും ഒരേ പേജിലാണ്, ഒരേ വിശ്വാസങ്ങളാണ്. രണ്ടുപേരും അള്ളാഹുവിന്റെ സച്ചരിതരായ അടിമകളാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും അല്ലെ. വല്ലാഹു യദ്ഉ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നിഹി വയുബയ്യിനു ആയാതിഹി ലിന്നാസ്. അപ്രകാരം ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു അപ്രകാരം അവന്റെ ദൃഷ്ടാന്തങ്ങളെ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, എന്നാൽ അവർക്ക് അതിൽ ഒരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. യതദക്കറൂൻ, തദക്കുർ എന്നുള്ള വാക്കാണ്. ദാൽ കാഫ്ര. ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർക്ക, തദക്കുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെസൺ ആക്സെപ്റ്റ് ചെയ്യുക, ഒരു പാഠം ഉൾക്കൊള്ളുക, ഒരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചു തരാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ കൽപ്പന ഉൾക്കൊള്ളാനും വേണ്ടിയിട്ട് അല്ലെ. അതുകൊണ്ട് നിങ്ങൾ മുശ്രിക്കായിട്ടുള്ളവരെ വിവാഹം ചെയ്യരുത്, പകരം വിശ്വാസിയായിട്ടുള്ളവരെ വിവാഹം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, അതാണ് നിങ്ങളുടെ വിശ്വാസത്തിന് ഉത്തമം, നിങ്ങളുടെ ആഖിറത്തിന് അതാണ് ഉത്തമം. നിങ്ങൾക്ക് പരലോകത്ത് പാപമോചനവും സ്വർഗവും ലഭിക്കാൻ അതാണ് ഉത്തമം. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരു ഭാര്യയും ഭർത്താവും ആയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല അല്ലെ. പല കാര്യങ്ങളിലും ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് മര്യാദകൾ കീപ്പ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് തഹാറ അല്ലെ, അതിൻ്റെതായ വൃത്തികൾ, മറ്റു പല നിയമങ്ങളും അനുസരിക്കാനുണ്ട്.
പലതും അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളുണ്ട്. അപ്പം അവരുടെ ശാരീരിക ബന്ധത്തിന്റെ കാര്യത്തിൽ വരുമ്പം അതിൽ പോലും പല വിലക്കുകളുണ്ട് അല്ലെ. അതായത് പിൻഭാഗത്ത് കൂടെയുള്ള സെക്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമാക്കിയിട്ടുണ്ട്. അതൊരു അവിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ മുഷ്രിക്കായിട്ടുള്ള ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പം ഒരേ വിശ്വാസത്തിനെ ഫോളോ ചെയ്യുമ്പം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിന്റെ കാര്യങ്ങൾ എളുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ അവൻ ഏറ്റവും ഉത്തമം എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഇണ തന്നെയാണ്. എന്നാൽ നമ്മൾ ഒരുപാട് അല്ലെ അത് തിരയുന്ന സമയത്ത് അവരെ അന്വേഷിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഒരുപാട് ക്ഷമ കാണിക്കേണ്ടി വരും. വിവാഹം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് ക്ഷമ കാണിക്കേണ്ടി വരും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുഷ്രിഖ് എന്ന് പറഞ്ഞ വാക്ക് ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും നമ്മൾ ഉപയോഗിക്കില്ല അല്ലെ. അതായത് അഹ്ലുൽ കിതാബുകൾക്ക് നമ്മൾ ഉപയോഗിക്കില്ല ആ വാക്ക്. ഖുർആനിൽ പിന്നീട് വരുന്നുണ്ട്. സൂറത്ത് മാഇദയിൽ ഒരു മുസ്ലിം പുരുഷന് സച്ചരിതയായ ഒരു അഹ്ലുൽ കിതാബി ആയിട്ടുള്ള ഒരു സ്ത്രീയെ, അതായത് ക്രിസ്ത്യാനിയോ ജൂതയോ ആയിട്ടുള്ള സ്ത്രീയെ വിവാഹം ചെയ്യാം. ഓക്കെ, ഒരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള വ്യക്തിക്ക് സച്ചരിതയായിട്ടുള്ള ക്രിസ്ത്യാനിയോ ജൂതയോ വിവാഹം ചെയ്യാം. ഏതെങ്കിലും ക്രിസ്ത്യാനിയോ ജൂതയോ അല്ല, സച്ചരിതയായിട്ടുള്ള ഒരു സ്ത്രീയെ. ഓക്കെ, പക്ഷേ തിരിച്ചു പറ്റൂല. അതായത് മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ പറ്റൂല. അപ്പൊ വിചാരിക്കുമോ അതെന്താ അങ്ങനെ അല്ലേ, ഡിസ്ക്രിമിനേഷൻ ആണല്ലോ. സുബ്ഹാനല്ലാഹ്. റീസൺ ഉണ്ട് അതിന്. കാരണം ഇസ്ലാമിൽ അല്ലെങ്കിൽ ഈവൻ ജനറൽ ആണെങ്കിൽ പോലും ആർക്കാ കൂടുതൽ അതോറിറ്റി വിവാഹത്തില്? പുരുഷനല്ലേ, ഭർത്താവിനാണ് കൂടുതൽ അതോറിറ്റി. അതിനി ആരൊക്കെ എന്തൊക്കെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഇനിയിപ്പം രണ്ടുപേരും ഒരേപോലെ ആണെങ്കിൽ പോലും ആർക്കാ കൂടുതൽ ശാരീരിക ക്ഷമത? അത് പുരുഷനാണ് അല്ലെ. അപ്പം ഒരു സ്ത്രീ പുരുഷനല്ല, അതായത് മുസ്ലിം അല്ലാത്ത അല്ലെങ്കിൽ ഒരു പുരുഷനെ കല്യാണം കഴിക്കാന്ന് വെച്ചോ. അപ്പം അവൾക്ക് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിനെ അനുസരിക്കാണ്ട് രക്ഷയില്ല അല്ലെ. അപ്പം ഭർത്താവ് പറയണ വാ പള്ളിയിൽ പോവാം, ഈസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് യേശുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആഘോഷങ്ങളിൽ പങ്കുചേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് അനുസരിക്കണം. അപ്പം ഭർത്താവിനാണ് കൂടുതൽ സ്ട്രെങ്ത്, കൂടുതൽ അതോറിറ്റി ഉള്ളത്. അപ്പം അവൾക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവളെ സംരക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് സ്ത്രീകളെടുത്ത് ഇത് അനുവദിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു മുസ്ലിം പുരുഷന് ക്രിസ്ത്യാനിയോ ജൂതയോ ആയിട്ടുള്ള സച്ചരിതരായിട്ടുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? അവനാണ് കൂടുതൽ അതോറിറ്റി അല്ലെ. അതുകൊണ്ട് തന്നെ അവന് അവളെ ദീനിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യവും കൂടെ ഉണ്ട്. ഇനി ഇൻ കേസ് അത് വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അതോറിറ്റി അവന്റെ പവർ ഉപയോഗിച്ചിട്ട് അവനും അവന്റെ ദീനെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അല്ലെ. കാരണം പുരുഷൻ ഒരുപാട് അക്കാര്യത്തിൽ അനുഭവിക്കില്ല. കാരണം അവന് പവർ ഉണ്ട്, അവന് അതോറിറ്റി ഉണ്ട്. സുബ്ഹാനല്ലാഹ്. സ്വാഭാവികമായിട്ടും ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ക്രിസ്ത്യാനിയോ ജൂതനോ ആയിട്ടുള്ള പുരുഷനെ വിവാഹം ചെയ്യുമ്പോൾ അല്ലെ അത് ഭയങ്കര പ്രയാസമാവും. അതൊരു ഡിവോഴ്സിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ഡിവോഴ്സിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാരാ സ്ത്രീയാണ് അല്ലെ. കാരണം മക്കളുണ്ടാവും, അവള് മക്കളെ നോക്കേണ്ടി വരും, ജോലി, ഇനി അവളുടെ ശരീരത്തിന് ഒരുപാട് പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ ക്രിസ്ത്യാനിയോ ജൂതനോ ആയിട്ടുള്ള ഒരു പുരുഷനെ വിവാഹം ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. പകരം ഒരു മുസ്ലിം പുരുഷന് ക്രിസ്ത്യാനിയോ ജൂതയോ ആയിട്ടുള്ള സച്ചരിതരായ സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദം ഉണ്ട്. ഇനി കൂടുതൽ ഇതിന്റെ ഹിക്മത്തിനെ കുറിച്ച് തേടി നടക്കുമ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. എന്തുതന്നെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തില് പണ്ഡിതന്മാര് ഈ ഒരു കാര്യത്തില് അഭിപ്രായം പറയുന്നത് കഴിയുന്നതും അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പുരുഷനാണ് അധികാരം എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ സമൂഹം. അതുകൊണ്ട് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇസ്ലാമിൽ ഇത് അനുവദിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയ്ക്ക് അതിന് അള്ളാഹ്ക്ക് ഒരു ഹിക്മത്ത് ഉണ്ടാവും, ഒരു റീസൺ ഉണ്ടാവും അല്ലെ. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്തുതന്നെയാണെങ്കിലും സമിഅന വ അതഅന, കാരണം അത് ഏറ്റവും ഹിക്മത്തുള്ള കൽപ്പനകളായിരിക്കും. അവനാണ് എന്താ അൽ അലീം, അവൻ എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞുകൊണ്ടാണ് അവന്റെ കൽപ്പനകൾ അല്ലെ.
അപ്പം അവൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നമുക്ക് നന്മയുണ്ട്, അവൻ എന്ത് വിലക്കി കഴിഞ്ഞാലും അതിന് നമുക്ക് നന്മയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അല്ലെ എന്ത് തന്നെയാണെങ്കിലും അതനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ഈ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചത് മുഷിക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും മുഷിക്ക് എന്നുള്ള വാക്കിൽ അറിയപ്പെടുന്നില്ല. ഇതല്ലാത്ത സാഹചര്യങ്ങളാണ്. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഒരുപക്ഷെ ഈ ഒരു ആയത്ത് കേട്ടപ്പോഴൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ പോയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ പറഞ്ഞു ഒരേ പേജിലാണെങ്കിൽ രണ്ടുപേരും ഒരേ വിശ്വാസത്തിലാണെങ്കിലാണ് ജീവിതത്തിൽ സുക്കൂൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നൊക്കെ. അപ്പൊ നമുക്കറിയാം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, വിവാഹം ചെയ്തതും മുസ്ലിങ്ങളെ തന്നെയാണ്, വിശ്വാസികളെ തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ സെയിം പേജിലല്ലാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചവരാണ്, അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഖുർആനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അല്ലെ സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് പോലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു ലേബലിന്റെ പേര് നമുക്ക് ഉണ്ടാവും, ആ ഗ്രൂപ്പിന്റെ ലേബലിന്റെ പേരിലുള്ള വേറൊരു വ്യക്തിനെ നമ്മൾ വിവാഹം ചെയ്യാന്ന് പേരുകളൊന്നും പറയുന്നില്ല. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകൾ തമ്മിൽ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അത് വിശ്വാസികൾ തമ്മിലുള്ള വിവാഹമായി, അത്രേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിനകത്ത് പോലും പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു മുഅ്മിൻ എന്നുള്ള പേരിൽ പോലും പെടുന്നില്ല എന്ന് പലപ്പോഴും ഖുർആനിലെ പല ആയത്തുകളും മനസ്സിലാക്കുമ്പോഴാണ് അല്ലെ. പലപ്പോഴും കാഫിറുകളുടെ വിശദീകരണം കേൾക്കുമ്പോൾ എവിടേക്കോ നമ്മൾ അവിടെ ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മൾ ഖുർആനെ മനസ്സിലാക്കാത്തത് കൊണ്ട്, അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് വന്നിട്ടുള്ളതാണ് അല്ലെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അല്ലെ നമ്മളുടെ ജീവിതം ഖുർആനാക്കി മാറ്റി സുബ്ഹാനല്ലാഹ് ഇനി വരുന്ന തലമുറകൾക്ക് നമുക്ക് പറ്റിയ തെറ്റ് ഖുർആൻ മനസ്സിലാക്കാതെ ജീവിച്ചിട്ട് ജീവിതമൊക്കെ ഒരു വഴിക്ക് എത്തിക്കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ്, ഒരിത്തിരി പോലും വൈകിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അതിന്റെ ഗുണം അടുത്ത ജനറേഷന് കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെ. വിവാഹത്തിന്റെ ഗുണം ശരിക്കും നമ്മളെ മക്കള് കാണാതെ പോയത് കൊണ്ടാണ് അവർക്ക് അതിനോട് വെറുപ്പ് വന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതായത് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, ജീവിക്കുക, ജീവിച്ച് കാണിച്ചു കൊടുക്കുക, മാതൃകയാവുക എന്നുള്ളത്. അതിനുവേണ്ടി റബ്ബിന്റെ അടുത്ത് തേടിക്കൊണ്ടിരിക്കുക, റബ്ബിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക. ഏറ്റവും ബെസ്റ്റായിട്ട് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും ഉള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിന് അള്ളാഹു തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.